മലയാളി 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 ഓർമ്മയുണ്ടോ? മലയാളി എത്തി. സംഗീതം ഉണ്ടാവുന്നത് ജീവിത പ്രശ്നങ്ങളിൽ നിന്നാണെന്ന് പെജോ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാവാൻ പാടില്ലല്ലോ. പ്രശ്നങ്ങൾ ഇൻഡിപെൻഡന്റ് സോങ് ടൈമിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം. കാരണം നമ്മളൊക്കെ പറ്റി ഈ തീ ഇപ്പോഴും മനസ്സിലുള്ള ആളാ. അപ്പൊ എനിക്ക് ആ പാട്ട് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ കത്തിയിലെ പാട്ട് അത് ഇത്രയും കത്തുന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ആക്ച്വലി അതിഭീകര കാമുകനുള്ള ലുക്മാന്റെ മൂവിയിലെ പാട്ടാണ്. പക്ഷെ എല്ലാവരും സർവമയല പാട്ടായിട്ടാണ്. ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ അമ്പലത്തിൽ ഷോ ചെയ്യുന്നുണ്ട് ബ്രോ. ഇപ്പൊ ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ ഷോ ചെയ്ത റാപ്പർ ഞാൻ. അപ്പൊ അമ്പലത്തിൽ യൂത്ത് മാത്രമല്ല, ഭയങ്കര പ്രായമായ അമ്മച്ചിമാരുണ്ടാവും. എന്താ ആ ഒരു ഇമോഷനോടെ വരുന്ന ആൾക്കാരെ നമ്മൾ റാപ്പ് വെച്ച് കയ്യിലെടുക്കാൻ പറ്റി അവരെ ഹാപ്പിയാക്കി വിടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കൂടത്തുള്ള ഇഷ്ടമുള്ള കൂടത്തുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലേക്ക് എത്തിച്ച ട്രാക്കാ. അല്ല ലിറിക്ക് ഇപ്പോഴും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിന്താതൊമനിയിൽ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം. അതായത് എന്റെ ചിന്തയാകുന്ന അതിൽ ധൂളി പൊടി കയറി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അതിന്റെ എൻഡിലാണ് ഞാൻ പറയണത്. അതൊക്കെ പോട്ടെ വീട് ആ കൂടത്തുള്ളൂ ബേസിക്കലി ട്രാക്ക്. അപ്പൊ അത് ഭയങ്കര ലിറിക്കൽ റാപ്പാ. പക്ഷെ എല്ലാവരും ആ കൂടത്തുള്ള ഡിഫറെന്റ് ട്രാക്ക് ആയിരുന്നു ഹേയ് നിമ്മ. ഞാൻ ചെയ്തത് തന്നെ ഇത് ഇവനാണോ ചെയ്തത് എന്നുള്ള ഞെട്ടൽ ആൾക്കാർക്ക് തോന്നിക്കണം എന്നുള്ള ചിന്തയിൽ ഫ്രസ്ട്രേഷനിൽ ബിജോയ്ക്ക് ഏത് പാട്ട് തണ്ടുവാനേറെയുണ്ട് മുള്ളുകൾ നിറഞ്ഞ വീതി. ഇതാണ് കേട്ടോ. ഓണം മൂഡ് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ? മൂഡ് അതിഭീകര ഇമ്പാക്ട് ആണ്. ഗ്ലോബൽ ചാർട്സിലൊക്കെ വന്ന് ഞാനും വൈഫ് ഇതാണ് സ്കൂട്ടറിൽ കൂടി പോയപ്പോ പെട്ടെന്ന് ഓട്ടോയില് ഞാൻ പേടിച്ചു പോയി. എന്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ പേടിച്ചു പോയ ഒരു റാപ്പേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കുറെ നെഗറ്റീവ് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാ റാപ്പേഴ്സ് നമ്മുടെ കൾച്ചറിനായിട്ട് റൂട്ടഡ് ആണ്. ചിലവരിക്കും ഇവര് ഭയങ്കര ഡ്രഗിന്റെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവന്മാര് പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അമ്പലം ഒരു ഡിവോഷണൽ ഏരിയ ആണല്ലോ, അത് നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ് ഇവർ. അപ്പൊ നമ്മളതല്ല. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. മലയാളം റാപ്പിന് 1000 ഓറ കൊടുത്ത മല്ലു റാപ്പർ ഫെജോ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു റാഫി ബ്രോ. കല്യാൺ ജുവലേഴ്സ് പ്രസൻസ് സ്റ്റാർ ജാം ആണ്. ഓക്കെ. ഫെജോയുടെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ട്രാക്കുകളിലൊന്ന് അവസരം തരൂ. അതാണ് 2018 8 വർഷം ആയില്ലേ? അതെ. അപ്പൊ അതില് ഫെജോ ചോദിക്കുന്ന അവസരങ്ങൾ ഇന്ന് എല്ലാ ഭാഗത്തോടെയും വന്നോണ്ടിരിക്കുകയാണ്. സത്യമാണ്. ആഗ്രഹങ്ങൾ നമ്മൾ റിയാലിറ്റി ആക്കി അല്ലെ, സ്വപ്നങ്ങൾ നമ്മൾ റിയാലിറ്റി ആക്കി. ഭയങ്കര സന്തോഷം. കാരണം അവസരങ്ങളുടെ ആധിക്യം വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് അന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ 2017 അന്ന് തോന്നുന്നു ബ്രോ, നമ്മള് 17-18 നമ്മുടെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് എത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക് ആണ് അതേ ആള് തന്നെയാണ് ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്ത എഫേർട്സിനൊക്കെ ഒരു റിസൾട്ട്സ് കിട്ടുന്നുണ്ട്. ജനങ്ങൾ പിന്നെ അംഗീകരിക്കും. നമുക്ക് നിൽക്കാൻ പറ്റുന്നു ഇത്രയും കാലം. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഒരു വർക്കർ എന്നുള്ള നിലയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ആണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം ആ ഒരു രീതിയിലൊക്കെ എപ്പോഴും ഹാപ്പിയാണ്. ഫെജോയുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ 3 ചോദിച്ചാൽ എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇഷ്ടം നേടുക, നല്ല പാട്ടുകൾ ഇറക്കാൻ പറ്റുക, ഫിനാൻഷ്യലി ഹാപ്പി ആകുക എന്നൊക്കെ ഉള്ളതായിരുന്നു. അത് 3 ഇപ്പൊ പോസിബിൾ ആയി. അതെ. ഇപ്പോഴത്തെ ഫെജോയുടെ 3 ആഗ്രഹങ്ങൾ ചോദിച്ചാൽ എന്ത് പറയും? ഇതുപോലെ തന്നെ ആൾക്കാരുടെ ഇഷ്ടം നേടുക. അത് ഓൾറെഡി നേടി. അല്ല, അത് നിലനിർത്തുക. ഓക്കെ, അതായിരിക്കും ഒരു ആഗ്രഹം. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം ഞാൻ അന്ന് വർക്ക് ചെയ്യുമ്പോഴും കേൾക്കാൻ ലിസണേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും ലിസണേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഓൾവേസ് ഓൺ മൈ പ്രൈം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ ഒരു പ്രൈം അല്ലെങ്കിൽ നമ്മളാ കേൾക്കാനുള്ള ഓഡിയൻസിൻ്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ എല്ലാ എണ്ണം നിലനിർത്തുക. അത് തന്നെയാണ് എപ്പോഴും വലിയ സ്വപ്നം. പ്രൈമിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക അല്ലെ? ഓക്കെ. അന്നത്തെ ആഗ്രഹങ്ങളിൽ നിന്ന് ഇന്നത്തേക്ക് വന്ന് നിൽക്കുന്ന ഫെജോ, 2 വരിയിൽ ഫെജോനെ തന്നെ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ എങ്ങനെ വിശേഷിപ്പിക്കും? അതായത് അന്ന് അവസരം എൻ്റെ പേര് ഫെജോ, ഞാൻ മല്ലു റാപ്പർ കേട്ടോ, എൻ്റെ CV പിടി എങ്ങനെയുണ്ട് എൻ്റെ ഇൻട്രോ, ആദ്യമേ എനിക്ക് ഇങ്ങനത്തെ നല്ല ഒരു അവസരം തന്ന നിങ്ങൾ ആ പരിപാടി തന്നെ പറയാനുള്ളത്. എന്നാലും അങ്ങനെ പറയും. ഇപ്പോഴും വേണമെങ്കിൽ പറയാം. പിന്നെ CV കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫെജോയ്ക്ക് ഇങ്ങോട്ട് ഹലോ ഫെജോ പാട്ടുണ്ട് പാടുമെന്ന് വെച്ച് വിളി വരുമല്ലേ? ഉറപ്പായിട്ടും. പക്ഷെ നമ്മളറിയാത്തവരിലേക്ക് നമുക്ക് CV വേണമെങ്കിൽ കൊടുക്കാമല്ലോ. 3 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ ഞാൻ ഫെജോനെ പറയാം. 1 സിനിമ ട്രാക്സ്, അതെ. 2 ഫെജോയുടെ തന്നെ ഇൻഡിപെൻഡന്റ് വൈറൽ ട്രാക്സ്, സൂപ്പർ ഹിറ്റ്സ്, 3 സ്റ്റേജ് ടൂർ അല്ലെങ്കിൽ ലൈവ് ടൂർ. ഇത് 3 എടുക്കുകയാണെങ്കിൽ ഇതില് ഏറ്റവും
ഫെജോ എന്ന ആർട്ടിസ്റ്റിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ 3 ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടാവും. ഓർഡറിൽ പറയാൻ പറഞ്ഞ ഏത് പറയും? ഞാൻ ആദ്യം എൻ്റെ ഇൻഡിപെൻഡന്റ് പറയും. കാരണം അത് തന്നെയായിരുന്നല്ലോ എൻ്റെയും ആദ്യത്തെ. കാരണം അതിൽ നിന്നാണ് ബാക്കിയുള്ള രണ്ടും വന്നത്. അപ്പം അത് തന്നെയാണ് എൻ്റെ എപ്പോഴും ഇഷ്ടപ്പെട്ട സംഭവം. പിന്നെ ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ അറിയുന്നതും എന്നെ സ്നേഹിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വരുന്നതും എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്സിലൂടെ. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ മെയിൻ എയിം. എനിക്ക് തോന്നുന്നു മേജർ ഷെയർ അല്ലെങ്കിൽ ഒരു 70% അതിന് കൊടുക്കുക. ബാക്കി ഞാൻ സ്റ്റേജിനും സിനിമയ്ക്കും കൊടുക്കുക. പക്ഷെ ഇപ്പൊ സിനിമ ട്രാക്ക് കാരണം ഫെജോയ്ക്ക് ഇൻഡിപെൻഡന്റ് ട്രാക്ക് ഇറക്കാൻ പറ്റുന്നില്ലേ? അത് സത്യം തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ ട്രാക്കുകൾക്കിടയിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കണമല്ല. കാരണം ഓരോ പാട്ടിൽ പറയുന്ന മെലഡി ആണെങ്കിലും ലിറിക്സ് ആണെങ്കിലും ആൾക്കാർക്ക് കൺസീവ് ചെയ്തെടുക്കാൻ സമയം എടുക്കും. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ പാട്ടുകൾ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ട്രാക്ക് ഗ്രോ ചെയ്ത് ആൾക്കാരിലേക്ക് എത്താൻ ഒരു സമയം എടുക്കും. അപ്പോൾ ആ ഒരു ഇന്റർവെല്ലിന് ശേഷമേ ഞാൻ അടുത്ത ട്രാക്ക് ഇറക്കുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ദൈവം സഹായിച്ച് നമുക്ക് അടുത്ത വർക്കുകൾ വരുന്നു. അപ്പോൾ ആക്ച്വലി ഞാൻ എന്നാലും എൻ്റെ വർക്ക് നിർത്താറില്ല. പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കും. അത് റിലീസ് ചെയ്യാനുള്ള പ്രോപ്പർ ഗ്യാപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പൊ എങ്ങനെയാണ് വർക്ക് വരുന്നത്? സിനിമ ട്രാക്കുകൾ വർഷത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 3-4 പാട്ട് ഫെജോയ്ക്ക് ഉണ്ട്. ഞാനിപ്പോ ഈ കൊല്ലം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 പടം ചെയ്തു. ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഒരു സിനിമ സിംഗറായി മാറിയോ? അതെ, അതിന് എനിക്ക് താങ്ക്സ് പറയാനുള്ള ജസ്റ്റിൻ വർഗീസിനോടാ, മ്യൂസിക് ഡയറക്ടർ. കാരണം പുള്ളിയാണ് റാപ്പറെ ഒരു പാട്ട് പാടിപ്പിച്ചാലോ പിടിച്ച് മല്ലു റാപ്പറെ സിംഗർ ആക്കിയാലോ എന്നുള്ള ഇങ്ങനെ പലർക്കും ചിന്ത തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എക്സിക്യൂട്ട് ചെയ്തത് ജസ്റ്റിൻ വർഗീസ്. സാധാ പാട്ട് പാടിപ്പിച്ചാലോ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ റാപ്പിൽ നമ്മളൊരു ഹുക്ക് സെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എൻഡിൽ ഒരു മെലഡിക്ക് വെക്കാറുണ്ട്. പക്ഷെ റാപ്പില്ലാത്ത പറഞ്ഞോളൂ റാപ്പില്ലാത്തൊരു ഫുൾ ലെങ്ത് ട്രാക്ക് പാടി എങ്ങനെ ഇരിക്കും എന്നുള്ള തോട്ട് എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ട് ചെയ്തത് ജസ്റ്റിൻ വർഗീസ്. അപ്പൊ ജസ്റ്റ് ചേട്ടൻ ഇതുപോലെ വിളിച്ചിട്ട് പൈങ്കിളി എന്നുള്ള പടം ഫഹദ് ഫാസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജിത്തു ഹാർട്ട് അറ്റാക്ക് ആണ് പാട്ട്. അപ്പം ഞാൻ പുള്ളിയോട് ആദ്യം ചോദിച്ചത് എന്നെ കൊണ്ട് പറ്റുമോ അത് റാപ്പല്ലാത്ത ചെയ്ത് നോക്കണം ബ്രോ, ടോണൊക്കെ ഇഷ്ടമാണ്, പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അപ്പം ഡയറക്ടറും പ്രൊഡ്യൂസറും ചോദിച്ചപ്പോൾ അവരും ഹാപ്പിയാണ്, ഒന്ന് പാട് നോക്കൂ. അപ്പം ഞാൻ ചെയ്യാം. പക്ഷെ ഇത് വിളിച്ച സമയത്ത് ഞാനൊരു കോളേജിൽ ഷോ ചെയ്യാൻ കയറണേ. അപ്പം പാലക്കാട് നെഹ്റു എന്ന് പറഞ്ഞൊരു കോളേജിലെ ഷോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഓടിയെത്തുകയായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പം അങ്ങനെയാണ് ആരംഭം, സിംഗറിലേക്കുള്ള ആരംഭം സിനിമയിൽ. ഇപ്പം റാപ്പ് റെയർ ആയിരുന്നു സിനിമയിൽ ആദ്യം, പിന്നെ സിനിമയിൽ റാപ്പ് ഒരു ട്രെൻഡായി, ഒരു ടൈറ്റിൽ ട്രാക്ക് വരും, അങ്ങനെ ഒരു കാലം വന്നു. ഇപ്പൊ റാപ്പേഴ്സിനെ കൊണ്ട് സാധാ പാട്ട് പഠിപ്പിക്കുന്ന ട്രെൻഡ്. അതെ അതെ, അത് മാത്രമല്ല ഹിപ്ഹോപ്പിന് സിനിമകളിൽ ഭയങ്കര സ്വാധീനം ഉണ്ട്. കാരണം ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ പറയാറുള്ള കാര്യം തന്നെയാണ്, ഓരോ ആൾക്കാരുടെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ പ്രണയമോ അല്ലെങ്കിൽ വികാരങ്ങൾ ഡയറക്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വേറെ വലിയൊരു കവിത്വം തുളുമ്പുന്ന വാക്കുകളൊന്നും പറയാതെ എനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇറങ്ങി പോടാ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റാപ്പിൽ പക്കായിട്ട് പറയാം. അപ്പം അതുകൊണ്ട് റാപ്പ് നല്ലതായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ചില സിനിമാക്കാർ ഇത് ട്രെൻഡാണല്ലോ എങ്കിൽ ഫോളോ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു റാപ്പ് ഇല്ലാത്തൊരു സിനിമ ഇല്ല അല്ലേ, സിനിമ ഇല്ല. അതെ അതെ. അപ്പൊ അത് ഹിപ്ഹോപ്പിന്റെ വളർച്ച, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ വളർച്ച, അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് നല്ല ടൈമാണ്. സൂപ്പർ. ഞാൻ ഫെജോയുടെ സിനിമ ഹിറ്റ്സ്, സിനിമാ പാട്ടുകൾ പറയും. ഇതിലെ ഫേവറേറ്റ് പോർഷൻ ഏതാണെന്ന് ഫെജോ പറയണം. ഉറപ്പായിട്ടും. പിന്നെ പറയേണ്ടത് ഇത് കരിയറിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട്. ദലൂലു തന്നെ എടുക്കാം നമുക്ക്. കേറി കത്തിയില്ലേ പാട്ട്? അത് ഇത്രയും കത്തുന്ന് ഞാൻ വിചാരിച്ചില്ല. അത് ആക്ച്വലി അതിഭീകര കാമുകൻ എന്നുള്ള ലുക്മാന്റെ മൂവിയിലെ പാട്ടാണ്. പക്ഷെ എല്ലാവരും സർവ്വമയല പാട്ടായിട്ടാണ് എല്ലാവരും വിചാരിച്ചത്. എന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ആളെന്നെ വിളിച്ചിട്ട് സർവ്വമായ കണ്ടപ്പോൾ എന്റെ പേര് ക്രെഡിറ്റ് ലിസ്റ്റിൽ ഇല്ലല്ലോ, അതെന്ത് പറ്റി, അവർ കട്ട് ചെയ്തോ? ഞാൻ പറഞ്ഞ സർവ്വമയലല്ല, അവര് ഡെലുലു പാട്ടുണ്ടല്ലോ, സർവ്വമയല പാട്ടല്ലേ, അപ്പൊ എന്തുകൊണ്ട് എന്റെ പേര് സിംഗേഴ്സ് ലിസ്റ്റിൽ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ. അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ല, അത് അതിഭീകര കാമുകൻ എന്നുള്ള എല്ലാരും കമന്റ്സും ഉണ്ട് ഇപ്പോഴും. പടം മാറിപ്പോയി ബ്രോ എന്നുള്ളതാണ് എനിക്ക് അതിന്റെ ടോപ്പ് കമന്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പോർഷൻ തന്നെ. ഇപ്പൊ റീലില് മറ്റേ സെക്കൻഡ് പോർഷനും ഇപ്പൊ വൈറലാ ബ്രോ. എല്ലാരും മരിജോനെ നീ എന്നിൽ കേറി മനമാകെ പാറി മേലാകെ കുഴയാനെ താനെ, അതും ആൾക്കാർ ഡാൻസ് ചെയ്യുന്നുണ്ട്. റീലില് ഒരു പാട്ട് കേറി കത്താം ഓവർനൈറ്റ് അല്ലേ? അതെ. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആസ് ആൻ ആർട്ടിസ്റ്റ് ഇങ്ങനെ സാധനം കത്തണം? അതിന് നമുക്ക് ബെനിഫിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സ് ഉണ്ടെന്ന് പറയാം. ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാട്ടിനൊരു ഏജ് ഇല്ലാണ്ടാണ്, ലൈക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഇല്ലാണ്ടാണ്. ചിലപ്പോൾ ഏത് പഴയ ട്രാക്കും കയറാം റീൽസ് വഴി. പുതിയ പാട്ട് ഇറക്കാൻ പറ്റാതെ വരും, അങ്ങനെ ഉണ്ടോ? അങ്ങനെയല്ല, നമ്മളുടെ പാട്ടുകളുടെ ലൈഫ് കൂടുന്നു, അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ എല്ലാ പാട്ടുകളിലും ആൾക്കാർ ഈ റീലബിൾ സാധനം പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മളൊരു പക്ക
പക്കാ ഹിപ്പ് ഹോപ്പ് സോങ്ങിന് റീൽ കണ്ടന്റ് ചെയ്യണമെന്ന് വെച്ചാൽ പറ്റില്ല. ഇപ്പോൾ ഹൈപ്പ് കയറി എന്നുള്ളൊരു ട്രാക്ക്, എൻ്റെ ഒരു ട്രാക്കിൽ അതൊരു ബാക്ക് ടു ബാക്ക് ലിറിക്കൽ പരിപാടി ഇപ്പോൾ പറയുന്ന പാട്ടാണ്. അപ്പോൾ അതിൽ റീലബിൾ കണ്ടന്റ് വരുമോ, അത് നമുക്ക് അങ്ങനെ ഇഞ്ചക്ട് ചെയ്യാനും പറ്റൂല ഇതിൽ റീൽസ് എടുക്കാൻ. ബേസിക്കലി ഒരു അടിച്ചുപൊളി ബീറ്റോ അല്ലെങ്കിൽ ഒരു ക്യാച്ചി മെലഡിയൊക്കെയാണ് റീലിൽ കൂടുതൽ വരാറുള്ളത്. അപ്പോൾ മ്യൂസിക് ലേബൽസ് നമ്മളോട് പറയുമ്പോൾ റീലബിൾ ആയിട്ടുള്ള പാട്ട് ചെയ്യൂ, അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. സിനിമകളിലാണെങ്കിൽ പോലും ഈ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ അവരിങ്ങനെ പറയാറുണ്ട് റീലൊന്ന് ഹിറ്റ് ആവണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിനിമയുടെ സിറ്റുവേഷനോ പരിപാടിയോ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് റീലബിൾ സാധനം ഇറക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് സിനിമകളിൽ ഇപ്പോൾ പ്രമോ സോങ്സ് കൂടുന്നത്. കാരണം സിറ്റുവേഷൻ ഒന്നും ഇല്ലാതെ അടിച്ചുപൊളി പാട്ടുകൾ റീലിൽ ഹിറ്റായി അങ്ങനെ സിനിമക്കൊരു ബൂസ്റ്റ് കിട്ടട്ടെ അങ്ങനെ. അപ്പോൾ അതാണ് എൻ്റെ നെഗറ്റീവ് പോയിന്റ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർ ഹാപ്പി ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ എല്ലാത്തിലും നമുക്ക് റീലബിൾ സാധനം വേണമെന്ന് പറയുന്നത് ഈ സോൾഫുൾ ആയിട്ടുള്ള പാട്ടുകളുടെ വളർച്ചേനെ ബാധിക്കും. കാർത്തിയല്ലേ അതിന് ലിറിക്സ് എഴുതിയിട്ടുള്ള? അതെ. വേറൊരാളുടെ ലിറിക്സിൽ ആദ്യം പാടില്ലായിരുന്നല്ലോ ജനറലി. ഇല്ല, റാപ്പേഴ്സ് ബേസിക്കലി അവരുടെ തന്നെ ലിറിക്സ് ആയിരിക്കണം. കാരണം അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആണല്ലോ. അവരുടെ പേന അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന വാക്കുകളാണ് അവരുടെ ഒരു ഐഡന്റിറ്റി. അപ്പൊ ബേസിക്കലി ഞാൻ എന്നെ റാപ്പ് ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ ലിറിക്സ് എനിക്ക് തന്നെ എഴുതണം എന്നുള്ള ഞാൻ നിർബന്ധം പറയും. ഇനി അങ്ങനെ പറ്റൂലെങ്കിൽ ഞാനത് പ്രോജക്റ്റ് എടുക്കാറില്ല. കാരണം നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു POVയും കൂടി അതിനകത്ത് വേണം എന്നുള്ള നിർബന്ധം എനിക്ക് ഉണ്ട്. ഞാൻ ചെയ്തല്ല റാപ്പ് അങ്ങനെ തന്നെയാണ്. പക്ഷേ സിനിമകളിൽ പാടൽ അത് വരുമ്പോഴേക്കും അവർ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിംഗേഴ്സിൻ്റെ ജോലി എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം റാപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരതിൽ ത്രൂ ഔട്ട് കമ്പോസിഷനിൽ ഇരിക്കണം, ലിറിക്സ് എഴുതണം, അതിൻ്റെ ഫ്ലോ ജഡ്ജ് ചെയ്യണം, അത് പാടുകയും വേണം. സിംഗേഴ്സിന് കുറച്ചുകൂടി എളുപ്പമാണ് പരിപാടി, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിരിക്കും. റാപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെന്നാൽ അത് പഠിച്ച് പാടുക, അവരുദ്ദേശിച്ച ഫ്ലോ ഡെലിവറി ചെയ്യുക, അതൊക്കെ പണി തന്നെയാണ്. എന്നാൽ പോലും റാപ്പേഴ്സിൻ്റെ അത്രയും പണി ഉണ്ടോ എന്നുള്ള സംശയമാണ്. പക്ഷേ ആ പ്രോസസ്സും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാർത്തിയാണ് അത് എഴുതിയത്. അപ്പൊ ഇത് ഓൾറെഡി ട്യൂണും സാധനങ്ങളൊക്കെ സെറ്റായിരുന്നു. ആക്ച്വലി ഡെല്ലുലു എന്നായിരുന്നില്ല ആ പാട്ടിന്റെ ആ ടൈമില് പേര്, വേറെ ആയിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ കുറച്ച് സജഷൻസ് വന്നപ്പോൾ ഒന്നും കൂടി കാർത്തി റീവർക്ക് ചെയ്തിട്ടാണ് ഡെല്ലുലു ലാൻഡ് ചെയ്തത്. പക്ഷെ അന്ന് ഈ സർവമായ ഡെല്ലുലു ഒന്നും ഇറങ്ങിയിട്ടില്ല. ഡെല്ലുലു ഒരു പുതിയൊരു ഡെല്യൂഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജെൻസി വാക്ക് തന്നെയായിരുന്നു. അടുത്ത പാട്ട് അതിരടി. എനിക്ക് വിഷ്ണു വിജയ് ബ്രോ ആയിട്ടൊരു ട്രാക്ക് ചെയ്താൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ ഓൾറെഡി സുഹൈൽ കോയൻ്റെ ലിറിസിസ്റ്റിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റിൻ ചേട്ടൻ്റെ തന്നെ മടിരാജ എന്നുള്ളൊരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായി. അതും റാപ്പായിരുന്നില്ല, അത് ദാവീദ് എന്നുള്ള ആന്റണി വർഗീസിന്റെ അപ്പോൾ അതിലെ ലിറിക്സ് എഴുതിയത് സുഹൈൽ കോയാണ്. അപ്പോൾ പുള്ളി നമ്മൾ ക്ലബ് എഫ്എമ്മിന്റെ ഡിസ്കഷനിലുണ്ടായല്ലോ ബ്രോ. അപ്പോൾ ലിറിസിസ്റ്റുകളുടെ റൗണ്ട് ടേബിൾ ഉണ്ടായി. അപ്പോൾ അന്ന് സുഹൈൽ ബ്രോ ഉണ്ടായി, ഞാനുണ്ടായി, വിനായക് ശശികുമാർ ഉണ്ടായി, റഫീഖ് സാർ ഉണ്ടായി, ബി ഹരിനാരായണൻ ചേട്ടൻ ഉണ്ടായി. അപ്പോൾ ഇവരൊക്കെയുള്ള ഡിസ്കഷൻ. അപ്പോൾ ഞാൻ സുഹൈൽ കോയുടെ നമ്മൾ പാട്ടും പരിപാടി റാപ്പും. അപ്പോൾ വിനായക് ബ്രോ ആണെങ്കിലും സുഹൈൽ ബ്രോ ആണെങ്കിലും ഇവർക്ക് റാപ്പ് ഇൻട്രസ്റ്റാണ്. കാരണം ഇവര് എനിക്ക് തോന്നുന്നു ഇവരും റാപ്പ് ഇപ്പോൾ എഴുതാറുണ്ട്. ഇപ്പോൾ സുഹൈൽ ബ്രോ അതിനിടയിൽ ഒരു റാപ്പ് പാടി. വിനായക് ബ്രോ എനിക്ക് തോന്നുന്നു വേറെ റാപ്പേഴ്സിന് വേണ്ടിയൊക്കെ ലിറിക്സ് എഴുതി കൊടുക്കാറുണ്ട് ക്രെഡിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ റാപ്പിൻ്റെ വളർച്ചേൻ്റെ അപ്പോൾ പുള്ളിക്ക് നമ്മുടെ വാക്കും പരിപാടി ഞങ്ങൾ ലിറിസിസ്റ്റുകൾ തമ്മിൽ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പരസ്പരം ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ അർത്ഥം ഞങ്ങൾ ഡിഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഇഫ് യു നോ എന്നുള്ള ട്രാക്ക് അവർ കമ്പോസ് ചെയ്യണതിന് മുന്നേ അവർക്ക് ഒരു എന്തിൽ ലാൻഡ് ചെയ്യണമെന്ന് അറിയില്ല, സിനിമയുടെ സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സുഹേൽ ബ്രോൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞ് ഫെജോടെ ഒരു പരിപാടി ഒരു ഫ്ലേവർ ഉള്ള ഒരു സംഭവം പിടിച്ചാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് വിഷ്ണു ബ്രോ കമ്പോസ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു അംഗീകാരമോ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൽ കണ്ട് നമ്മളുടെ ഒരു ഫ്ലേവറൊക്കെ ബ്ലെൻഡ് ചെയ്ത ഒരു സോങ് നമുക്ക് വേണ്ടി മെയ്ക്ക് ചെയ്ത് നമുക്ക് തരുന്നു. അപ്പോൾ ആ പാട്ടിൽ തേടി നടന്നൊരു തേനീച്ച ഇനി സമ്മാക നീയാ പരീക്ഷ. അപ്പോൾ അതേപോലെ ഞാൻ തേടി നടന്ന തേനീച്ചകളാണ് വിഷ്ണു വിജയും. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു യൂണിവേഴ്സ് തരുന്ന ഒരു അച്ചീവ്മെന്റ്സ് ആയിട്ട് കാണുന്നു. ഇപ്പം അടുത്ത പാട്ട് തലയുടെ വിളയാട്ട്. ഇതിൽ ഫെജ പറഞ്ഞൊരു കമന്റ് ആണ് എനിക്ക്. ഏതാണ് ബ്രോ? അതായത് ഈ പാട്ട് ഞാൻ ഒരാഴ്ച എടുത്ത് എഴുതിയതാണ് ലാലേട്ടന് വേണ്ടിയിട്ട്. പക്ഷെ അത് ആറാട്ടിലാണ് വന്നത്. എമ്പുരാനിൽ വന്നിരുന്നെങ്കിൽ നന്നായി. അല്ല, ഈ ഓരോ പാട്ട് അത് ഞാൻ പറയും ഓഡിയൻസിൻ്റെ കൂടി അതാ. കാരണം ആൾക്കാർ പടം വെച്ചിട്ടാണ് പാട്ട് ജഡ്ജ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു വലിയ സ്റ്റാർകാസ്റ്റിൻ്റെ ഒരു പടത്തിൽ നമ്മൾ പാട്ട് എഴുതി ആ പാട്ടിന് ആ സമയത്ത് ഒരു ശ്രദ്ധയുണ്ടാവും. പക്ഷേ ആ പടം എന്തെങ്കിലും കാരണത്തിൽ ഫെയിലിയർ ആയ ആൾക്കാർ പടവും കാണൂല, പാട്ടും നെഗറ്റീവ് വരാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾ മുന്നേ വരെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഒരു പടം വൻ ഹിറ്റായ അത് പാട്ടുകളിലെ ഫുൾ പാട്ടുകളെ
ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ലോക എടുത്താലും വാഴ അല്ലെങ്കിൽ ഹിറ്റായ ഏത് പുതിയ പടങ്ങൾ എടുത്താലും അതിലെല്ലാ പാട്ടുകൾക്കും റീച്ച് കിട്ടും. പക്ഷേ ഇപ്പോൾ ജെയ്ക്സ് ബിജോയ് മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം കിങ് ഓഫ് കൊത്ത അല്ലെങ്കിൽ ഒരുപാട് കിടിലൻ വർക്കുകൾ ചെയ്ത ആളാണ്. പക്ഷേ ഈ പടങ്ങളൊന്നും സക്സസ് ആകാത്തതുകൊണ്ട് ആളുടെ പാട്ടുകളും എനിക്ക് തോന്നുന്നു ആ സമയത്ത് കറക്റ്റ് ആൾക്കാരിലെ അല്ലെങ്കിൽ ആൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ആ ഇമ്പാക്റ്റിലേക്ക് എത്താറില്ല. പക്ഷേ സക്സസ് കിട്ടിയപ്പോൾ ആളുടെ പാട്ടുകൾക്കും റീച്ച് കൂടി. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു പരിപാടി ഓഡിയൻസ് മാറ്റി വെക്കണം. അതായത് ഇന്ന പടത്തിൽ ഹിറ്റാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കേൾക്കുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ തലയുടെ വിളയാട്ടിന് പിന്നെ റീച്ച് കയറി. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം കിട്ടിയ പാട്ടും കൂടിയാണ്. കാരണം ലാലേട്ടന് വേണ്ടി എനിക്ക് പാട്ട് ചെയ്യാൻ പറ്റുന്നു. അത് ലാസ്റ്റ് മിനിറ്റിലെ ഒരു ഓഫറായിരുന്നു. രാഹുൽ രാജ് ആളുടെ ഒപ്പം ചെയ്യാൻ പറ്റി. MG ശ്രീകുമാർ സാറിൻ്റെ ഒപ്പമാണ് ഞാൻ ആ പാട്ട് പാടിയത്. അപ്പം പക്ഷേ ആറാട്ട് എന്നുള്ള ഒരു മൂവി ഫെയിലിയർ ആയതുകൊണ്ട് ആൾക്കാർ പിന്നെ അത് ട്രോള് ആക്കാൻ ഉപയോഗിച്ചു പാട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര വിഷമമായി. കാരണം ആ ലിറിക്കിലെല്ലാം ഞാൻ ഒരു പക്കാ ട്രിബ്യൂട്ട്, കാരണം ഒരു നാട്യം കൊണ്ടു മായാജാലം കാട്ടും വിശ്വസാമ്രാട്ട് എന്നൊക്കെയാണ് ഞാൻ ലാലിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ കോമ്പറ്റീഷൻ തൈക്കോണ്ടോ പണ്ടേ അരപ്പട്ട കെട്ടി നാടൻ ഗുസ്തിയെങ്കിൽ സ്വർണ്ണം മെഡൽ അണ്ണനെത്ര നേടി അങ്കത്തട്ടിൽ കളരി എങ്കിൽ എൻ്റെ ഗജവടിവിൽ നീ ഉരുമി പടമാകും ചുമരിൽ അരുത് ചുരിക വാള് പരിച ഉരുമി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലിറിക്കാ. പക്ഷെ അത് ട്രോൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഞാൻ അത്രയും പണിയെടുത്ത് ചെയ്ത പാട്ടാണ്. അപ്പോൾ ഒരു പടം ഫെയിലിയർ ആയ പേരിൽ എന്തിനാ പാട്ടിന് ട്രോൾ മെറ്റീരിയൽ. അപ്പോൾ എനിക്ക് പേഴ്സണലി വിഷമമായി. പക്ഷെ പിൽക്കാലത്ത് അത് ആൾക്കാർ സ്വീകരിച്ചു. അപ്പോൾ ഈ സക്സസ് ട്രോളിന് ഉപയോഗിക്കണത് ഇതാണ് ട്രോളിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പൊ പറയുമ്പോൾ തന്നെ ക്യാമറമാരൊക്കെ ചിരിക്കണം. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രമാണ് ട്രോൾ. അതായത് ആൾക്കാർ റിവ്യൂ ഒക്കെ പറയുമ്പോൾ അത് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം. കാരണം അത് പണ്ട് ചെറിയൊരു പോർഷനാണ്. പക്ഷെ പിന്നെ ആൾക്കാർ ആ ട്രാക്ക് ലാലേട്ടൻ്റെ ഒരു ആന്തം സോങ്സിൽ ഒന്നായി മാറി. അപ്പൊ ഇപ്പോഴും നമ്മൾ ഷോയിൽ പോകുമ്പോ പിള്ളേര് കഴിയുമ്പോ തന്നെ അതൊന്നും കൂടി പാടണമെന്നൊക്കെ സോങ് ആണ്. ലാലേട്ടന് വേണ്ടി റാപ്പ് എഴുതിയ ഫെജോ മമ്മൂക്കയ്ക്ക് വേണ്ടി എഴുതാൻ പറഞ്ഞ എന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഓൾറെഡി റെഡിയാക്കി മീൻസ് എന്റെ മൈൻഡിലുണ്ട്. ഞാൻ എഴുതിയിട്ടില്ല പ്രോപ്പർലി. കാരണം ഞാൻ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും നമ്മൾ ചെറിയൊരു ടീസർ കൊടുത്താലോ നമുക്ക്? ഞാൻ ആക്ച്വലി മമ്മൂക്കയുടെ പടത്തിൽ വർക്ക് ചെയ്തു. ചത്താപ്പച്ച ആള് ഗസ്റ്റ് റോൾ അഭിനയിച്ച മൂവിയാണല്ലോ. അപ്പൊ അതിൽ ഞാൻ ചത്താപ്പച്ച ടൈറ്റിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ മറ്റേ MG ശ്രീകുമാർ സാറിന്റെ ഒപ്പം പാടിയപ്പോൾ ഇതിൽ ശങ്കർ മഹാദേവൻ അവരുടെ ഒപ്പം ചെയ്തേക്കണം. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ആദ്യത്തെ വർക്കിൽ തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയുടെ അത് മമ്മൂക്കനെ വിശേഷിപ്പിച്ചല്ലോ. അല്ല, തീർച്ചയായും അല്ല. പക്ഷെ ചത്തപ്പച്ച എന്നുള്ള പടത്തിന്റെ മൂഡ് വെച്ചിട്ടാ. പക്ഷെ അതിൽ ഞാൻ ചെറിയൊരു റെഫറൻസ് കിട്ടിട്ടുണ്ട് കേട്ടോ. രാജനെ ചെക്കു വെച്ചു വെട്ടും പൂർവികരെ കണ്ടിട്ട് ഊറ്റം കൊണ്ടവന്റെ ഊര് വില്ലനെ തെക്കോട്ടെടുക്കണ കരവിരുതെല്ലാം സ്വയം പഠിച്ചവൻ പോരും മല്ലിടാൻ പറ്റും പോകുമേതറ്റം ചുമല്ല ചോര തെറിച്ച് ചത്തപ്പച്ച എന്നൊക്കെയുള്ള അദ്ദേഹത്തിന് ഒരു നൈസ് റെഫറൻസ്. കാരണം ഈ പാട്ടിറങ്ങുന്ന സമയത്ത് പുള്ളി ഗസ്ട്രോൾ ആണെന്നുള്ളത് അവർ അങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ നിങ്ങളത് മമ്മൂക്കനെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ആ POVയിൽ അത് വർക്കാവും. പക്ഷെ ആൾക്കൊണ്ട് ഡെഡിക്കേറ്റഡ് ട്രാക്ക് അല്ല. പക്ഷെ അത് ഞാനിപ്പോ എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പടം വരുമ്പോ തന്നെ ചെയ്യട്ടെ. അടുത്ത പാട്ടിലേക്ക് പോവാം. നെപ്റ്റ്യൂൺ ഡിറ്റക്റ്റീവ് ഉജ്വലൻ. അതും നെപ്റ്റ്യൂണിൻ മറവിലായി പാതാളം അതിരിടും നാടുണ്ടി കരയിൽ ഓണം കേറാക്കുന്നായി എന്നൊക്കെ ഉള്ള അത് RC ആണ് മ്യൂസിക് ചെയ്തത്. നമ്മുടെ ഇപ്പൊ കാർത്തി ലിറിക്സ് എഴുതിയ അടബൊമ്മലെ ട്രാക്കിന്റെ മ്യൂസിക് ഡയറക്ടർ RC. പുള്ളിയും ഒരു റാപ്പറും കൂടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും പറ്റിയ. അപ്പൊ ഇതിന്റെ ലിറിസിസ്റ്റ് മനു മഞ്ജിത്താണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കര ദൂരത്തുള്ള ഒരു നാട്, അതായത് നെപ്റ്റ്യൂണിന്റെ മറവിൽ ആരും. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയയിലാണ് അവർ നെപ്റ്റ്യൂൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. മനു മഞ്ജിത്ത്, സുഹേൽ കോയ, വിനായക് ശശികുമാർ മിക്കവാറും എല്ലാവരുടെയും കൂടെ ഫെജപ്പം പാട്ടിന് പാടി, അവരുടെ ലിറിക്സിന് പാടി. ഇനി ഏത് ലിറിക്സിന്റെ വരികൾക്ക് പാടാനാണ് ഫെജയ്ക്ക് ആഗ്രഹം ചോദിച്ചത്? പക്ഷെ അദ്ദേഹം എഴുതുന്ന പാട്ടുകളൊക്കെ കുറച്ചും കൂടി ക്ലാസിക്കൽ ടച്ചോ അല്ലെങ്കിൽ ഭയങ്കര സംഗീതാത്മകമായ സാധനങ്ങളായിരിക്കും. അപ്പൊ അത്രയും ഒരു ത്രോ ഉള്ള വോയിസോ അത്രയും മ്യൂസിക് പഠിച്ച ആളോ അല്ല ഞാൻ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ. അത് ഞാൻ പറയും, വിളിക്കട്ടെ പുള്ളി. അതെ. ഈ സാധാ പാട്ട് പാടാൻ പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഫെജോ? ഇല്ല, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. എനിക്ക് സംഗീതത്തിന്റെ ഇപ്പോഴും ബേസിക്സ് അറിയാൻ പാടില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പാടുന്നൊക്കെ പറയുമ്പോൾ ടെൻഷൻ ആവില്ലേ? ടെൻഷൻ ആവാറുണ്ട്. ഞാൻ ഈ ഹാർട്ട് അറ്റാക്ക് റെക്കോർഡ് ചെയ്യാൻ നല്ല സമയം എടുത്തു. ഒരു 4 മണിക്കൂർ കൂടുതൽ എടുത്തു. ഞാൻ പറഞ്ഞ 4 മണിക്കൂർ ചിലപ്പോൾ ഓഡിയൻസിന് വലിയ സമയമായിരിക്കില്ല. പക്ഷെ ഒരു ട്രെയിൻഡ് സിംഗറിന് അത്രയും സമയം വേണമെന്നില്ല പഠിച്ചിട്ട് വന്ന. അപ്പം നമ്മൾ കമ്പോസ് ചെയ്യുന്ന ഒരു ട്രാക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക്
പോസിബിൾ ആയിട്ടുള്ള മെലഡിയും അല്ലെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് വളച്ചു കൊടുക്കുകയല്ല. പക്ഷേ ഇപ്പോൾ ജസ്റ്റിൻ വർഗീസോ വിഷ്ണു വിജയ് ബ്രോയോ അല്ലെങ്കിൽ വേറെ ഏത് മ്യൂസിക് സുഷിൻ ശ്യാമോ ഏത് മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും അവർ കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു അതിനകത്ത് നമുക്ക് കൂടുതൽ പൊളിക്കലുകൾ അല്ലെങ്കിൽ വേറൊരു വഴി കൂടി പോകാൻ പറ്റൂല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പം നമ്മൾ ഇഫ് യു നോ അല്ല മിഴിച്ച അന്തൊഴിച്ചേ കുഴച്ചേ ആൻസി ചിരി കൊണ്ടു നനച്ചേ, അപ്പം ആൻസി ചിരി കൊണ്ടു നനച്ചേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൈ നിന്നിട്ട് പാടിയാലും അത് നമ്മൾ അവരുടെ ഒരു ആർട്ടിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണ പോലെ. അതായത് അവരൊരു വഴി വരച്ച കൂടി നമ്മൾ ഒഴുകണം വെള്ളം പോലെ. അപ്പം അങ്ങനെ അവർക്ക് ഒഴുക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഹാർട്ട് അറ്റാക്ക് പാടിയപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ബ്രോ പറഞ്ഞ പോലെ. എനിക്കത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പിന്നെ വേറൊരു മെലഡിയാണ് വേറൊരാളുടെ മെലഡി. അപ്പം പിന്നെ അത് ചെയ്യുമ്പോൾ ജിത്തു ചേട്ടനുണ്ടായി, എൻ്റെ ഡയറക്ടർ ഉണ്ടായി, അതിൻ്റെ മൂവി ക്രൂ ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇവരുടെ മുന്നിലാണ് ഞാൻ പാടണം. അപ്പം ഞാൻ എപ്പോഴും ക്ഷമിക്കണം അടുത്തൊന്നും എടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. കാരണം ആ നല്ല ടീം അതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചാൽ പോയത്. പക്ഷെ അവർ ഭയങ്കര കൂളാക്കി. ജസ്റ്റിൻ ചേട്ടന് നന്ദി പറയണം. അവർ നല്ലോണം ക്ഷമ കൊണ്ട് എടുത്ത് അങ്ങനെ അവർ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞല്ലോ, അവരെന്നെ പാട്ടുകാരനാക്കി. അതിന്റെ കൈയ്യടി അതെ, തീർച്ചയായും. അതുപോലെ എനിക്ക് രണ്ടാമത്തെ പാട്ട് വന്നാൽ ജസ്റ്റിൻ ബ്രോയാ. ഇത് റിലീസായപ്പോൾ തന്നെ പുള്ളി നേരത്തെ പറഞ്ഞ ദാവീദ് പടത്തിലെ മടിരാജ പാടിപ്പിച്ചു. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ എനിക്ക് സിംഗർ എന്നുള്ള ടാഗും കിട്ടി. അതെ, അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങി. ഹാർട്ട് അറ്റാക്ക് പാട്ടിന്റെ ഒരു രസം എന്താന്ന് വെച്ചാല് നമ്മൾ സാധാരണ പേടിക്കുന്ന ഒരു സംഗതിയാണ് ആ വാക്കാണ് പാട്ടിൽ പറഞ്ഞ പാടാൻ തുടങ്ങിയല്ലോ. അതൊരു പക്ഷേ നമ്മള് ഹാർട്ട് അറ്റാക്ക് എന്തൊരു സീരിയസ് അസുഖമാണല്ലേ. ഇത് റേഡിയോയിൽ പാട്ട് പോകുമ്പോഴേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. നമ്മള് ഒന്ന് രണ്ട് വട്ടം കേട്ടേ നമ്മളിങ്ങനെ പാടാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ചില ലിറിസിസ്റ്റുകളും എനിക്ക് തോന്നുന്നു ഓഡിയൻസിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ, കുറച്ച് സിംപ്ലിഫൈഡ് ലിറിക്സ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യൂല. അതുകൊണ്ട് ഭയങ്കര കാവ്യാത്മകമായ വാക്കുകൾ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒഴിവാക്കുന്ന പാട്ടുകൾ കേട്ടിട്ട് ആൾക്കാർ ഇത് ആർക്കും എഴുതാൻ പറ്റൂലോ എന്നൊക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ അവർക്ക് രണ്ടും പറ്റും. പക്ഷെ ഈ ട്രാക്ക് ഡിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണെന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ എഴുതുന്നത്. ഓണം മൂഡ് ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താ? ശരിക്കും ഓണം മൂഡ് അതിഭീകര ഇമ്പാക്റ്റ് ആണ്. ഓണത്തിന് ഞാൻ നാട്ടിലുണ്ടായില്ല, കാരണം ഗൾഫിൽ എനിക്ക് 5 ഷോസ് ഉണ്ടായി. അതാണ് ഓണം മൂഡിന്റെ ഏറ്റവും എക്സ്ട്രീം. നാട്ടിൽ എനിക്ക് ഷോ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും ഷോ പുറത്ത്. ഞങ്ങള് ഗൾഫിൽ പോയിട്ട് 2 ആഴ്ച ഉണ്ടാവുന്നു, അത്രയും ഷോ കവർ ചെയ്തിട്ട്. ഓണം ഗൾഫിലായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അത് ഗ്ലോബൽ ചാർട്സിലൊക്കെ വന്ന്. പിന്നെ അതിന് കുറെ നെഗറ്റീവും കേട്ടിട്ടുണ്ട്. അത് ഏത് മൂഡ് അത്ര മൂഡ് ഞാനും വൈഫും ഇതാണ് സ്കൂട്ടറിൽ കൂടി പോയപ്പോ പെട്ടെന്ന് ഓട്ടോയില് ഞാൻ പേടിച്ചു പോയി. എന്റെ പാട്ട് കേട്ട് ഞാൻ തന്നെ പേടിച്ചു പോയ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഓണം മൂഡ് ഞങ്ങള് അത് ബിബിൻ അശോക് മ്യൂസിക് ഡയറക്ടർ, പുള്ളിയാണ് ഡെല്ലുലുവിന്റെ മ്യൂസിക് ഡയറക്ടർ. ബിബിൻ അശോക് ഇങ്ങനെ ആൾക്കാർ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പേരാണ് മ്യൂസിക് ഡയറക്ടർ. അത് നാളെ ആൾക്കാർ വാഴ്ത്തും അദ്ദേഹത്തെ. കാരണം കിട്ടില്ല ഐറ്റംസ് ആണ് ആളുടെ കയ്യിലുള്ളത്. എനിക്ക് പുള്ളിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2 പാട്ട് പാടാൻ പറ്റി. ബേസിക്കലി അത് ഓണം അടിച്ചു പൊളിക്കുക, 2 റീൽസ് വരണം എന്നൊക്കെ ഉള്ള ഐഡിയ തന്നെ ചെയ്തതാണ്. വേറെ 2 അല്ല, കോടിക്കണക്കിന് റീൽസ് വന്നു. അപ്പൊ ഈ സിനിമാ പാട്ടുകൾ, സിനിമാ ട്രാക്സ് സ്റ്റേജ് ഷോയ്ക്ക് പാടുമോ? പാടാറുണ്ട് ബ്രോ. നമ്മളിപ്പോ പണ്ട് നമ്മുടെ സ്റ്റേജ് ഷോ ഫുൾ ലെങ്ത് റാപ്പ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് പല ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതായത് ഒരു ഭയങ്കര ഫെയിം ആവണതിന് മുന്നേ ഉള്ള ഈ അവസരം തരൂ, കൂട്ടിലുള്ള തത്ത, ബലിയാട്, അല്ലെങ്കിൽ അതേപോലത്തെ ഒരു ട്രാക്കുകൾ ഫസ്റ്റ് സെറ്റിലാണ്. നമ്മുടെ കോ ആർട്ടിസ്റ്റ് ഉണ്ട് ആദർശ്. അപ്പൊ പുള്ളിയുടെ ഒരു ബീറ്റ് ബോക്സ് സെക്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ നാടേ നാട്ടുകാരെ, തലയുടെ വിളയാട്ട്, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. റാപ്പ് സിനിമ പരിപാടി. പിന്നെ സിനിമയുടെ കൊമേഴ്ഷ്യൽ സിംഗിങ് പരിപാടികളാണ് ഈ ഡെലുലു, ഓണം മൂഡ്, ഇഫ് യു നോ, അങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ കോർ സെക്ഷൻ ഏറ്റവും അടിച്ചുപൊളി, കൂടത്തുള്ളു, മഹാനുഭാവലു, സിക്ക്, ഇൻഡിപെൻഡന്റിൽ ഏറ്റവും പീക്ക് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു മൊത്തം ഒരു ചാർട്ട് ചെയ്ത് വെച്ചു. അതാണ് ഫെജോന്റെ ഷോയ്ക്ക് വന്ന കിട്ടുക. അതെ. പിന്നെ പല ഏജ് ഗ്രൂപ്പിൽ ആൾക്കാർ കേട്ടു തുടങ്ങി. പണ്ട് നമുക്കൊരു യൂത്ത് അല്ലെങ്കിൽ അതിന് താഴെ, ഇപ്പൊ വയസ്സായ ആൾക്കാർ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എബോ 40 or 60+ ആൾക്കാർ നമ്മൾ ഓഡിയൻസ് എടുത്ത് നമുക്ക് കേൾക്കാം. അതിന്റെ ഏറ്റവും അത് ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ അമ്പലത്തിൽ ഷോ ചെയ്യുന്നുണ്ട് ബ്രോ. ഇപ്പൊ ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ ഷോ ചെയ്ത റാപ്പർ ഞാൻ 5 അമ്പലങ്ങളിൽ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്പലത്തിൽ യൂത്ത് മാത്രമല്ല, ഭയങ്കര പ്രായമായ അമ്മച്ചിമാരുണ്ടാവും. അതായത് അമ്പലത്തിലെ ഒരു ഉത്സവം എന്ന് പറയുന്ന നാടിന്റെ ഒരു ഉത്സവമാണല്ലോ. അപ്പൊ ആ ഒരു ഇമോഷനോടെ വരുന്ന ആൾക്കാരെ നമ്മൾ റാപ്പ് വെച്ച് കയ്യിലെടുക്കാൻ പറ്റി അവരെ ഹാപ്പിയാക്കി വിടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര. അവിടെ ഈ പാട്ടുകളൊക്കെ തന്നെ അവിടെ ഇത്, അതായത് ഞാൻ കോളേജിൽ എന്ത് ചെയ്യുന്നു അത് തന്നെ, ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ
ഓക്കെയാണ്. നമ്മൾ പിന്നെ ഒരു ചേഞ്ച് ഉള്ളത് നമ്മൾ റാപ്പ് എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. റിതം ആൻഡ് പോയട്രി ആണ് റാപ്പ് എന്ന് പറഞ്ഞാൽ, വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. റാപ്പേഴ്സിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ കുറേ നെഗറ്റീവ് കേൾക്കുന്നുണ്ടാവും. അങ്ങനെയല്ല റാപ്പേഴ്സ്, പുറമേയുള്ള നമ്മുടെ കൾച്ചറിനായിട്ട് റൂട്ടഡ് ആണ്. എന്നിട്ട് ഞാൻ കുറച്ച് എക്സാമ്പിളൊക്കെ പറഞ്ഞു കൊടുക്കും, അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാനൊരു കൂടത്തുള്ളു ചിലപ്പോൾ പാടിയിട്ട് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവർക്ക് കണക്റ്റ് ആവും. ചിലവരിക്കും ഇവർ ഭയങ്കര ഡ്രഗിൻ്റെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇവന്മാർ പ്രശ്നക്കാരാണ്, അല്ലെങ്കിൽ അമ്പലം ഒരു ഡിവോഷണൽ ഏരിയ ആണല്ലോ, അത് നശിപ്പിക്കാൻ വരുന്ന ആൾക്കാരാണ് ഇവർ. അപ്പം നമ്മളതല്ല, എന്താണ് ഇതിനിങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കത് മനസ്സിലായി, അവരിയ്ക്കും, അവർ ഹാപ്പി ആവും. നമ്മൾ ആൾക്കാരെ നമ്മളൊന്ന് കയ്യിലെടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ലൈസൻസ് മേടിക്കും അവരുടെ, പിന്നെ നമുക്ക് എന്തും പെർഫോം ചെയ്യാം. ഏത് സ്ഥലത്താ ഫെജോ ചിലപ്പോ ഉപദേശിക്കാറുണ്ട് ഡ്രഗ്സിനെ പറ്റി പറയാറുണ്ട്. അതെങ്ങനത്തെ ഷോസിലാ? അതായത് നമ്മുടെ എല്ലാ ഷോസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തല്ലുണ്ടാവും. അത് നമ്മുടെ പരിപാടിയുടെ പ്രശ്നമല്ല, പരിപാടിയുടെ ഒരു പോസിറ്റീവാ. കാരണം ആൾക്കാരെല്ലാം തുള്ളുമ്പോ കൈ കുട്ടി കാല് കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അടി വരുന്നത്. ഈ സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയർ, ഫസ്റ്റ് ഇയർ ഈഗോ ക്ലാസുകൾ കോളേജുകളിൽ ചില വാർത്തകൾ വരുമല്ലോ. ഇപ്പം ഒരു വാർത്ത ഉണ്ടായി, 10ഓളം ന്യൂജൻ ഗായകരെ പോലീസ് തിരയുന്നു, മറ്റേ അവരുടെ തലമുടി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഡ്രഗിന്റെ. അപ്പൊ എൻ്റെ സിക്ക നല്ല ലിറിക്സിലുണ്ട്, ഡ്രഗ് ടെസ്റ്റിനെ മുട്ടിക്കൊടുത്തോ നീ തലക്കുനിക്കില്ലി പയൽ എന്ന് പറഞ്ഞിട്ടൊരു ലിറിക്ക് ഉണ്ട്. ബേസിക്കലി ഞാൻ അന്നും ഇന്നും ഡ്രഗ്സിന്റെ യൂസിനെതിരാണ്. എൻ്റെ ഇപ്പം ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം മ്യൂസിക് അല്ലെങ്കിൽ ആർട്ട്, കലയാണ്. അപ്പോൾ അങ്ങനെ ഒരു പാഷൻ, ഇപ്പോൾ ബ്രോ ചെയ്യുന്ന വർക്കിൽ ഹാപ്പിയാണ്, കാരണം ബ്രോയുടെ പാഷനാണ് RJ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഡ്രഗ് ഉള്ളപ്പോൾ നമ്മൾ വേറെ എന്തിനും അഡിക്റ്റ് ആവും? നമ്മൾ അതിൽ തന്നെയല്ലേ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് തന്നെ ഞാൻ ഓഡിയൻസിനോട് അല്ലെങ്കിൽ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർക്ക് നല്ലോണം പഠിച്ച് മാർക്ക് മേടിക്കലോ നല്ല ജോലി സമ്പാദിക്കലോ ആയിരിക്കാം. ചിലപ്പോൾ വീട്ടുകാരെ സംരക്ഷിക്കുന്നത് ഹാപ്പിനെസ് കിട്ടും. നമുക്ക് എല്ലാത്തിൽ നിന്നും ഹാപ്പിനെസ് കിട്ടും. റീൽസ് കണ്ടാലും ഹാപ്പിനെസ് കിട്ടും, ഒരു നല്ല വാക്ക് എഴുതിയ വരിയോ കഥ എഴുതിയ ഹാപ്പിനെസ് കിട്ടും, ചില ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ ഹാപ്പിനെസ് കിട്ടും, സിനിമ കണ്ട ഹാപ്പിനെസ് കിട്ടും. ഹാപ്പിനെസ് കിട്ടാൻ കുറേ നല്ല കാര്യങ്ങളുണ്ട് ലോകത്ത്. ഇൻസ്റ്റന്റ് ഹാപ്പിനെസ്സിന്റെ പുറകെ പോകുമ്പോഴാണ് പ്രശ്നം. പിള്ളേരുടെ കാര്യം പറയല്ലേ നേരത്തെ, പിള്ളേർ പക്ഷെ റാപ്പ് ഭയങ്കരമായിട്ട് പാടാനും ലിറിക്സ് പഠിക്കാനും ഫാൻസ് ആകാൻ തുടങ്ങി. ചെറിയ പിള്ളേർ. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു റീലുണ്ട്, ചിന്താതമ്മനെ ഇത്, അതൊരു ചെറിയ പയ്യൻ, അവന് മലയാളം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ, പക്ഷെ ചിന്താതമ്മനെങ്കിൽ ധൂളി എന്നൊക്കെയാണ് പുള്ളി അത് തന്നെ പറയണം. അർത്ഥം പോലും അറിഞ്ഞിട്ടായിരിക്കുമല്ലോ, പക്ഷെ അതും പുള്ളി കയ്യിൽ ചീപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഇൻസ്പയർഡ് ആണ് ഇവര്. അപ്പൊ അത് ഹാപ്പിനെസ് ആണ് സമയത്ത്. കാരണം ഇത്രയും ചെറിയ പിള്ളേർ വരെ നമ്മുടെ, അതിപ്പോൾ എൻ്റെ പാട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് റാപ്പേഴ്സ് ഉണ്ട്. എല്ലാ റാപ്പേഴ്സും ഒരു കളക്റ്റീവ്ലി നമ്മൾ ഫോം ചെയ്തിട്ട് ഇങ്ങനൊരു വരുന്ന ജനറേഷൻ്റെ, ഇപ്പം ജെൻ സി അല്ലല്ല, ജെൻ ആൽഫേനെയാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യണം. അപ്പം അതൊരു ഭയങ്കര പിന്നെ ഇതിലൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്രത്തോളം അലേർട്ടായിരിക്കണം. കാരണം ഈ പാട്ടുകൾ നമ്മൾ തെറിയോ അല്ലെങ്കിൽ ഒരു മോശം കാര്യങ്ങളെ നമ്മൾ ന്യായീകരിച്ച് പറയാനൊക്കെ ശ്രമിക്കരുത്. കാരണം അതൊക്കെ ഇവർ ഇൻസ്പയർ. അപ്പം നമുക്കൊരു വലിയ കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മൾ സ്റ്റേജ് ഷോയിലൊക്കെ വരുമ്പോൾ അവിടുത്തെ കോളേജിലെ അധ്യാപകർ അവരുടെ കുഞ്ഞുകുട്ടികളൊക്കെ ആയിട്ട് വരും. അപ്പം അവർ സ്റ്റേജിൽ കയറി പാടും. അപ്പം പാടുന്നത് മറ്റേ ഇപ്പം നഞ്ചിൻ്റെ പോക്കറ്റിലാണെങ്കിൽ അച്ഛൻ്റെ പോക്കറ്റിൽ അമ്മയുടെ മുതുകിൽ ലിറിക്കൊക്കെ തെറ്റിച്ചായിരിക്കും പാടുന്നത്. പക്ഷേ രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലോണം ഇപ്പം നമ്മൾ MBIFL പരിപാടി നടന്നപ്പോൾ അവിടെ ഒരു കുട്ടി റാപ്പ് പാടി. അപ്പം അതൊരു ഭയങ്കര സംഭവം. ഓർക്കണ്ടെന്നറിയില്ല, നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു എന്താണ് എൻ്റെ ആഗ്രഹം എന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജംഗ്ഷനിലും ഒരു റാപ്പർ വെച്ച് വേണം എന്നുള്ളതാണ് എൻ്റെ എയിം. ആ എയിമൊക്കെ നമുക്ക് കവർ ചെയ്തു. ജംഗ്ഷൻ പോയി എല്ലാ വീട്ടിലും റാപ്പേഴ്സായി. അപ്പം ലൈക്ക് അങ്ങനെ റാപ്പ് വളരണേ. അപ്പം എല്ലാവരും റാപ്പ് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ, കൺസ്യൂം ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാം. റാപ്പിൻ്റെ ടെക്നിക്കാലിറ്റീസ് ആൾക്കാർ ഡിഗ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഗോൾഡൻ ടൈമിലേക്ക് നമ്മൾ എത്തണേ. റാപ്പിന് അക്സെപ്റ്റൻസ് കിട്ടിയോ അന്ന്? ഫെജ് സംസാരിക്കുമ്പോ ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ ജംഗ്ഷനിലും റാപ്പേഴ്സ് വരണം എന്ന ആഗ്രഹം പറഞ്ഞില്ല, അന്ന് അണ്ടർഗ്രൗണ്ട് ആയിരുന്നില്ല റാപ്പ്, അണ്ടർഗ്രൗണ്ടിന്റെയും ഇപ്പൊ അക്സെപ്റ്റൻസ് കിട്ടി. അതായത് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് റാപ്പിലോട്ട് കടന്നു വരാൻ കുറച്ചും കൂടി എളുപ്പം. അന്നിപ്പോൾ നമ്മൾ പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞാൽ റാപ്പ് പാടി തുടങ്ങും. ഇതെന്താ സാധനം എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് അത് റാപ്പാണെന്നും അതിനൊരു താളം ഉണ്ടെന്നും ആ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്നും ഇപ്പോഴത്തെ ഓഡിയൻസിന് അറിയാം. അതുകൊണ്ട് തന്നെ പുതിയൊരാൾ റാപ്പ് ഇറക്കുമ്പോൾ വേറെ ചോദ്യങ്ങളില്ല, അത് റാപ്പാണെന്ന് ആൾക്കാർ മനസ്സിലായി. പിന്നെ സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു നമ്മളുടെ അധ്വാനത്തിൽ. അതായത് ഒരു പയ്യൻ ഒരു റീലിട്ട് നല്ല റാപ്പാണെങ്കിൽ അവനപ്പം തന്നെ ലേബലിൽ നിന്ന് കോള് തന്നെ. അവന് വേറെ ഇപ്പം ഞാൻ മാത്രമല്ല, എന്തോ ഒരു റാപ്പേഴ്സ് എത്ര കാലമായി കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത്, അപ്പോൾ ഇനിയൊരു പുതിയ റാപ്പറിന് കടന്നു വരാൻ ഒറ്റ വൈറൽ ട്രാക്ക് മതി. അവന് ലേബൽ ഡീൽ, അവൻ്റെ സാധനം സോർട്ടായി, ഷോസും കിട്ടി. അങ്ങനെ എന്തോരം റാപ്പേഴ്സ് ഉണ്ട് 2 പാട്ടിൽ ഹിറ്റായി ഷോസ് ചെയ്യുന്ന ആൾക്കാർ.
അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു വലിയ, നമുക്ക് ഇപ്പോഴും അവരോടൊപ്പം നിൽക്കാൻ പറ്റുന്നു. അപ്പൊ ഷോ ലൈഫ് എങ്ങനെയാ? അടിപൊളിയാണ്, അടിപൊളി. ടൂർ ലൈഫിനെ ഞാൻ കേരളത്തിലെ ജില്ലകൾ എവിടെയൊക്കെയാണ് കൃത്യമായിട്ടെന്ന് അറിഞ്ഞത് ഷോസ് വഴിയാ. മീൻസ് കുറെ കൊല്ലങ്ങൾ മുന്നേ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ജില്ലകൾ ഇതൊക്കെയാണെങ്കിലും ഇതിന്റെയൊക്കെ പൊസിഷൻ മാപ്പിൽ നോക്കാൻ അല്ലാതെ അറിയില്ലല്ലോ. പലയിടത്തും എത്തിയില്ലേ? ഞാൻ 14 ജില്ലകളിൽ ഷോ ചെയ്ത്. കാസർഗോഡ്, എല്ലാവരും പറയും കാസർഗോഡോ വയനാടോ ഷോ കുറവാണ്, പക്ഷെ ഞാൻ കാസർഗോഡും 2 തവണ, വയനാട് 2 തവണ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. ഇപ്പം എല്ലാ കേരളത്തിൽ മാത്രമല്ല, എനിക്ക് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും കർണാടക ആണെങ്കിലും മുംബൈ, ഡൽഹി, അതല്ലെങ്കിൽ ഇപ്പം കാനഡ, UK, അയർലൻഡ്, GCCയിലെല്ലാം ഒട്ടുമിക്ക മെയിൻ രാജ്യങ്ങളിൽ. അപ്പം ഞാൻ ഇവിടെയൊക്കെ പോയത് എൻ്റെ ഈ സംഗീതത്തിൻ്റെ ഒരു സംഗീതമാണ് എൻ്റെ വിസ. അപ്പം അതൊക്കെ ഒരു ഭാഗ്യം. പിന്നെ എനിക്ക് കോളേജ് ഷോസ് ചെയ്യുമ്പോഴും കുറേ ആൾക്കാർ, ഇപ്പം നമ്മുടെ മീഡിയ ടീം ഉണ്ട്, അഭിജിത്ത് എന്ന് പറയുമ്പോൾ അഭിജിത്ത് ഇവിടെ ഇരിപ്പുണ്ട്. ആള് ഞാൻ ഇതുപോലെ നെഹ്റു കോളേജ് എന്ന് പറഞ്ഞ ഒരു കോളേജിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആളാണ് അഭിജിത്ത്. അവിടെ അടി നടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വ്യക്തി അടി മീഡിയയുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. അവനോട് ഫോട്ടോസ് ചോദിച്ചപ്പോൾ നല്ല ഫോട്ടോ. അപ്പൊ തന്നെ മാനേജർ ആളെ പൊക്കി നമ്മുടെ മീഡിയ ടീമാക്കി. ഞാനുണ്ട്, നമ്മുടെ കോ ആർട്ടിസ്റ്റ് ആദർശ് ADJ ഉണ്ട്, പിന്നെ അഖിലാണ് മാനേജ് ചെയ്യുന്നത്, അഭിജിത്താണ് മീഡിയ ടീം. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും ജോയിൻ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ ബീറ്റ് പ്രൊഡ്യൂസർ ജെഫിൻ, വേറെ ഫ്രണ്ട് ഉണ്ട് ലിജോ, പിന്നെ ഷൈൻ എന്ന് പറഞ്ഞ വേറെ കൂട്ടുകാരനുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇന്റർവെൽസിൽ നമ്മുടെ ഒപ്പം വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഏത് ട്രാക്ക് പാടി കൊടുക്കുന്നു പറയണം. ഒരു റൗണ്ടാണ്. ഓക്കെ. ADJക്ക് എൻ്റെ പാട്ടുകളൊക്കെ ഞങ്ങൾ സ്ഥിരം ഷോസ് ചെയ്യുന്നതുകൊണ്ട് അല്ലാത്ത പാട്ടുകൾ പാടാനായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഞാൻ ADJനോട് ഒപ്പം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ജയിച്ചേ തീരൂ എന്നുള്ള ട്രാക്ക് ഉണ്ട്. 100 കൂട്ടം പ്രശ്നം അടുത്തെന്നാലും ജയിച്ചേ തീരൂ, 90 വയസ്സാണേലും ബാല്യമംഗത്തിനു ജയിച്ചേ തീരൂ, 99 വട്ടം ഞാൻ തോറ്റാലും എനിക്ക് ജയിച്ചേ തീരൂ. ആ പാട്ടായിരിക്കും ഞാൻ പാടും. കാരണം ADJ കുറെ പേഴ്സണലി കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണ്. അപ്പൊ ജയിച്ചേ തീരൂ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതായിരിക്കും ഞാൻ പാടാൻ പോകുന്നത്. ജെഫിനും ഫെജോയും കൂടി ഒരുപാട് ഹിറ്റ് വൈറൽ ട്രാക്സ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വല്ലതും നടക്കുന്നുണ്ട്. ജെഫിനാണ് നമ്മുടെ ഫ്രീക്വന്റ് കൊളാബറേറ്റർ. ജസ്റ്റിൻ, അഷ്കർ ഫർസി, ഇവർ രണ്ടുപേരാണ് എൻ്റെ മെയിൻ ബീറ്റ് പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമുക്ക് ജെഫിൻ്റെ വീട് നമുക്ക് ഫുൾ ടൈം അക്സസിബിൾ ആണ്. രാത്രി 1 മണിക്ക് പോയി തുറന്നാലും പുള്ളി ചെയ്യാൻ ബീറ്റ് ചെയ്യാൻ പള്ളുരുത്തിയാണ് ആളുടെ സ്ഥലം. അപ്പൊ ഫുൾ ടൈം ആള് 24/7 ഓപ്പൺ ആണ് പുള്ളിയുടെ വീട്ടില്. മ്യൂസിക് സീനിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടാണോ നിങ്ങൾ? അതെ. ജെഫിൻ ആക്ച്വലി പ്രദീപ് പള്ളുരുത്തി എന്നുള്ള സിംഗറിന്റെ സ്റ്റുഡിയോ അസിസ്റ്റന്റ് ആയിരുന്നു ആള്. അപ്പൊ ഞാൻ ഇതുപോലെ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ആനന്ദ് എന്ന് പറഞ്ഞു. അപ്പൊ ആളുടെ ഒരു പാട്ട് പാടിക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ജെഫിൻ എന്നെ അറിയാന്ന് വെച്ചാൽ അന്ന് സോഷ്യൽ മീഡിയ പെണ്ണെന്നൊക്കെ പറഞ്ഞ പാട്ട്. അപ്പൊ പുള്ളി ഇതിയുടെ റിംഗ് ടോൺ ആയിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ ജെഫിൻ ഇതുപോലെ ഷോർട്ട് ഫിലിംസിനൊക്കെ, ഷോർട്ട് ഫിലിം ട്രെൻഡ് കിടക്കുന്ന സമയം ബീറ്റ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഇത് റാപ്പിന് ആപ്റ്റാണ്, ബീറ്റാണ്, ഈ ഒരു ഹിപ്പ് ഹോപ്പിൽ ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്ക് EDM ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഹിപ്പ് ഹോപ്പിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ വേറെ ലെവൽ എന്നുള്ള ട്രാക്ക് 2019 ഇറക്കണം, 2019 മുന്നേ. അപ്പം അങ്ങനെയാണ് ജെഫിൻ നമ്മുടെ കൂടെ വരാൻ തുടങ്ങിയത്. ജെഫിനെ ലോഡ് ചെയ്യടാ 1000 മോറെ ആയിരിക്കും അപ്പൊ പുള്ളിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത്. ആ ഡയലോഗ് ഇങ്ങനെ നാച്ചുറലി വന്നാണ്. ആക്ച്വലി റാപ്പ് അടയാളി എന്നുള്ള ഞങ്ങളുടെ ട്രാക്ക് ഉണ്ട്, പഴയ ട്രാക്ക്. ആദ്യം റാപ്പ് ചെയ്യുമ്പോൾ പറയണ മോനെ പറ്റുന്ന എനിക്കിത് പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞൊരു ട്രാക്ക്. അപ്പൊ അതില് ജെഫിനെ ബീറ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ലോഡ് ചെയ്തേ എന്നുള്ള ഒരു വാക്കുണ്ട്. അതിന്റെ സിംപ്ലിഫൈഡ് സാധനമാണ് ജെഫിനെ ലോഡ് ചെയ്യണം. അത് കേറി കത്തി ജെഫിൻ എന്നെക്കാളും പേടിയുള്ള ആളാണ് സ്റ്റേജിൽ കയറാൻ. ഇപ്പൊ ഇത് വന്നവരോട് പുള്ളി ഇനി സ്റ്റേജിൽ കയറാതെ രക്ഷയില്ല എന്ന് പറഞ്ഞൊരു ധൈര്യം സംഭരിച്ചിട്ടുണ്ട്. സൂപ്പർ. അടുത്ത് സുഷിൻ ശ്യാമിന് ഏത് പാട്ട് പാടിക്കൊടുക്കും? അപരാധ പങ്ക. കാരണം പുള്ളിയാണുള്ള എല്ലാ ഇന്റർവ്യൂവിലും ഞാൻ പറയണതാണ് എന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ എന്റെ റാപ്പ് അപരാധങ്ങൾക്ക് സിനിമയിലേക്ക് ഒരു പങ്ക് നൽകിയത് സുഷിൻ ബ്രോയാണ്. അപ്പൊ അപരാധ പങ്കേനെ ഞാൻ പുള്ളിക്ക് തന്നെ. ജോഫി പുതിയ ഒരാളെ ജോഫി എന്റെ വൈഫാണ്. ഫെജോ, ഞാൻ ആള് ഞാൻ ഈ വാക്കുകളുടെ പ്രാസമൊപ്പിക്കുന്ന ആളായതുകൊണ്ട് ദൈവം അവിടെ പ്രാസമൊപ്പിച്ച് തന്നതായിരിക്കാം. ആൾക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത ട്രാക്കാണ് മനസ്സേ വാവ എന്നുള്ള ട്രാക്ക്. അതൊരു അധികം ആൾക്കാർ കേട്ടിട്ടില്ല, അണ്ടർറേറ്റഡ് ട്രാക്കാണ്. ഒരു കയ്യാലെ നിന്നെ തൊടാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്, ഇരു കണ്ണാലെ കവർന്നിടാൻ എൻ്റെ ഇതയം മിടിക്കുന്നുണ്ട്, നിന്നെ കാണാതെ ഉറങ്ങുവാൻ എൻ്റെ ദേഹം മടിക്കുന്നുണ്ട്, ഈയിടെ പലപ്പോഴും നീ എൻ്റേതെന്നു മേനി നടിക്കുന്നുണ്ട്, അങ്ങനെ അലയുവാൻ നിറയുവാൻ മനസ്സേ വാ 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 വാ.
ഇത് ഞങ്ങള് ചെറിയൊരു റിലേഷൻഷിപ്പിലായ സമയത്ത് ചെയ്ത പാട്ടാണ്. ചെയ്ത പാട്ട് പുള്ളിക്കാരിക്ക് അറിയോ? അറിയാം റിലീസൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെജോയുടെ റാപ്പ് ലൈഫില് ഇൻവോൾവ് ആണോ ജോഫി? എങ്ങനെയും നമ്മുടെ ക്രിയേറ്റീവ് സ്പേസിൽ ആൾ ഇൻവോൾവ് അല്ല, കാരണം ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ആൾക്ക് തന്നെ നേരത്തെ അറിയില്ലായിരുന്നു. അപ്പോൾ ക്രിയേറ്റീവ് അല്ല, ഞാൻ പാട്ടൊക്കെ കഴിയുമ്പോൾ കേൾപ്പിക്കുമ്പോൾ ആളഭിപ്രായം പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ വലിയ കോസ്റ്റ്യൂം സെൻസ് ഉള്ള വ്യക്തിയായിരുന്നില്ല. അപ്പൊ അത് ആള് ഭയങ്കരമായിട്ട് മാറ്റം കൊണ്ടുവന്നു. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു, പണ്ട് ഞാൻ ഹിപ്പ് ഹോപ്പിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ജനറൽ സ്റ്റൈൽ, അതിലങ്ങനെ വിശ്വാസം ഇല്ലാന്ന്. പക്ഷേ ചെയിൻ ഇടാൻ തുടങ്ങിയെങ്കിലും ഷോയിന് പോകുമ്പോ നമ്മൾ കുറച്ചുകൂടി വലിയ ക്യൂബൻ ചെയിൻ ഇടും. അല്ല, ഇത് ബേസിക്കലി പിന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഇതൊരു യൂണിഫോം അല്ല. ഇപ്പൊ നമ്മളൊരു പോലീസുകാരൻ എന്തിനാ കാക്കിയിടുന്നത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേട്ടൻ എന്തിനാ ഡ്രസ്സ് ഇടുന്നത്, നമ്മൾക്ക് ഒരു ഐഡന്റിറ്റിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേജ് ചെയ്യുമ്പോൾ അത്രയും ഒരു നല്ല കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു അത് തോന്നും. പിന്നെ നമുക്കും നല്ല കോസ്റ്റ്യൂം വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ അത് എനിക്ക് വൈഫാണ് സെറ്റ് ചെയ്ത് തന്നത്. ഇപ്പോഴും ഈ ഡ്രസ്സൊക്കെ വൈഫാണ് സെറ്റ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും വലിയ കോസ്റ്റ്യൂം സെൻസ് ഉണ്ടായിട്ട് തോന്നാറില്ല. കോസ്റ്റ്യൂമിന് അതെ. ജെക്സ് ബിജോയ്ക്ക് ഏത് പാട്ട് കൊടുക്കും? ഈ നേരത്തെ സുഷിൻ ബ്രോയുടെ കാര്യം പറഞ്ഞ പോലെ അപരാധ പങ്കയാണ് ആദ്യം ഞാൻ സുഷിൻ ബ്രോയോട് ചെയ്തത്. ജെയ്ക്സേറിൻ്റെ ഒപ്പം ആദ്യം ആയുധം ഇടറയാണ് ചെയ്തത്. ഒറ്റപ്പെട്ടുമ്പോൾ മെലയങ്ങു കേൾക്കും അശരീതി, തണ്ടുവാനെറിയുണ്ടു മുള്ളുകൾ നിറഞ്ഞ വീതി, ലോകമെനിക്കു നൽകുന്നതിലെന്തു കാവ്യ നീതി, ആൾക്കൂട്ടത്തിലൊരുവൻ സ്നേഹം കിട്ടാ സഹജീവി അരജൻ എന്നൊക്കെ പറയുന്ന ഒരു റാപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതാൻ എനിക്ക് കോൺഫിഡൻസ് തന്നു, ഓപ്പണായിട്ട് എഴുതാൻ സമ്മതിച്ചു. അപ്പോൾ ജെയ്ക്സേട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ മ്യൂസിക് വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സേട്ടനാണ്. എനിക്ക് 4 പടം ചെയ്തിട്ടുണ്ട് ആളുടെ ഒപ്പം. അതെ. പിന്നെ ജെയ്ക്സേട്ടന് ടാലന്റ് കണ്ടുപിടിക്കാൻ അറിയാം. അതായത് ഇപ്പൊ ജെയ്ക്സേട്ടന്റെ പുതിയ പാട്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു പുതിയ ടാലന്റിനായിരിക്കും ആള് പിക്ക് ചെയ്തേക്കണം. അപ്പൊ അങ്ങനെ അടിപൊളിയാണ്. ഫസ്റ്റ് വിളിച്ച ഓർക്കുന്നുണ്ടോ? എന്താ പറഞ്ഞ? എനിക്ക് അർജുൻ ശശി എന്നുള്ളൊരു നമ്മള് കോമൺ ഫ്രണ്ട് ഉണ്ടായി. അതായത് ആളും പഴയ റാപ്പറാണ്, പഴയ ഇംഗ്ലീഷ് S5 എന്നൊക്കെ പറഞ്ഞ പഴയ ബാൻഡില്ല. ചോട്ടാ മുംബൈയിലെ ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ പുള്ളിയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആള് ജെയ്ക്സേറിന്റെ ഒക്കെ ഫ്രണ്ട്. അപ്പൊ ജെയ്ക്സേറിന് ഇങ്ങനെ എന്റെ ട്രാക്ക് കേട്ട് ഇഷ്ടപ്പെട്ടപ്പോ അർജുൻ ചേട്ടനോട് ചോദിച്ചു. അപ്പൊ അർജുൻ എന്നെ പരിചയമുണ്ട്. അപ്പൊ ജെയ്ക്സേർ ഇവനെ വിളിച്ചോ, കിഡിലൻ ടാലന്റ്. അങ്ങനെ ജെയ്ക്സേറിനെ വിളിച്ച് ഇവിടെ ഉണ്ട്, ഇതാണ് ജെയ്ക്സേറിന്റെ കേട്ടോ. അപ്പൊ ജെയ്ക്സേർ എപ്പോഴും അങ്ങനെ തന്നെ. ജെയ്ക്സേറിന്റെ വർക്കുകളെല്ലാം ലാസ്റ്റ് മിനിറ്റ് വർക്ക് ആയിരിക്കും. അതായത് പുള്ളി എല്ലാം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നമ്മളങ്ങനെ എത്തിയാൽ മതി. ഇവിടെ ഉണ്ടോ പോവും. ആയുധവരുടെ അങ്ങനെ തന്നെയായിരുന്നു പറയില്ല. അതും എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സ് ഞാൻ ചെയ്ത ട്രാക്ക്. എന്നിട്ട് അപ്പം തന്നെ പോയി ഡെമോ റെക്കോർഡ് ചെയ്തു. പ്രൊഡ്യൂസറും പൃഥ്വിരാജ് സാറൊക്കെ ഓക്കെ അടിച്ച് ഞാൻ പിന്നെ ഫൈനൽ റെക്കോർഡ് ചെയ്തു. അരമണിക്കൂറിന്റെ എഴുതിയ പാട്ട്. കാരണം അത് ലാസ്റ്റ് മിനിറ്റ് വർക്ക് ആയിരുന്നു. പടം ഇറങ്ങാൻ ടൈം ഉണ്ട് ബ്രോ. പക്ഷെ ആ സിറ്റുവേഷനിൽ ഈ ഇങ്ങനെ ട്രാക്ക് പുള്ളിക്ക് എത്ര പെട്ടെന്ന് കേൾപ്പിക്കണം. അപ്പൊ അങ്ങനെ 30 മിനിറ്റ്സിൽ ഞാൻ എഴുതിയ ട്രാക്ക്. പുള്ളി എല്ലാം അങ്ങനെ ഈ നാട്ടുകാരെ അതൊക്കെ എനിക്ക് ടൈം കിട്ടി. പക്ഷെ എനിക്ക് ജെയ്ക്സൺ എപ്പോഴും ഒരു ലാസ്റ്റ് മിനിറ്റിന്റെ ആളാ. പക്ഷെ ആളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിവിടെ ചെന്ന് നമ്മുടെ പണിയെടുത്താൽ മതി. എന്താ ബ്രീഫ് വരിക? സിനിമയുടെ സിറ്റുവേഷൻ പറയും. പിന്നെ പുള്ളിക്ക് ചിലപ്പോൾ എല്ലാ പാട്ടിലും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഉണ്ടാവും. ഇപ്പം നാട്ടുകാർ ചെയ്യുമ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ആൾക്ക് ഇത് കിട്ടുമ്പോൾ ഒരു ഇഷ്ടമുള്ള പണിയെടുത്തോ എന്നുള്ളൊരു മോട്ടിവേഷൻ, അതായിരുന്നു അതിൻ്റെ ബ്രീഫ്. പക്ഷേ സിനിമയിലെ സിറ്റുവേഷനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു മെസ്സേജും കൂടി കൺവേ ചെയ്യാൻ ആൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ബ്രീഫ്. രാഹുൽ രാജ് പുള്ളി വൻ മനുഷ്യൻ. അയ്യോ, അത് ശരിക്കും തലയുടെ വിളയായിട്ട് ഞങ്ങൾ തുള്ളിയാണ് റെക്കോർഡ് ചെയ്തത്. അതിന്റെ ബീറ്റ് നല്ല രസമല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അർജുൻ ശശി അവിടെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ചോട്ടാ മുംബൈ ആയിരുന്നു രാഹുലേട്ടൻ്റെ ആദ്യത്തെ വർക്ക്. അപ്പൊ ഇതേപോലെ എന്നെ വിളിച്ചോട്ടെ എന്ന് രാഹുലേട്ടൻ അർജുൻ ശശിയുടെ അടുത്താ ചോദിച്ചത്. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചു. ജെയ്ക്സറിനൊക്കെ വർക്ക് ചെയ്ത ആളാണ്, കിടിലൻ പയ്യനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി കെട്ടറിവിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈപ്പ് കൊടുത്ത്. അപ്പൊ ഒരു സീനിയർ റാപ്പറുടെ അദൃശ്യകരങ്ങളുണ്ട് തീർച്ചയായും. ഈ മെയിൻ എന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ലോണം പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ദുബായിലാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ദുബായി പോകുമ്പോൾ ഞാൻ പുള്ളിയുടെ വീട്ടിലായിരിക്കും കൂടുതലും സ്റ്റേ. പുള്ളിക്ക് രാഹുൽ രാജൻ 2 വരി കൊടുക്കോ? നോട്ടം നിന്റെ പായും വേല് തുളകിട്ടും നടുക്ക് നെഞ്ച് നിർത്താതാരവം മുഴക്ക് ബാൻഡു ബാജാ പാരാട്ട് നാട്യം കൊണ്ടുമായ ജാലം കാട്ടും വിശ്വസാമ്രാട്ട് തൂട്ടം കട്ട ചെന്ന നാട്ടിൽ പള്ളി വേട്ടയാറാട്ട്. അത് രാഹുലാണ് ഭയങ്കര ഹെവി മനുഷ്യൻ. അതായത് നമ്മളൊരു കുറച്ചും കൂടി സീനിയർ ആണല്ലോ നമ്മൾ ബാക്കി നേരത്തെ പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ വെച്ചോ. പക്ഷെ ആ ഒരു അതില്ല, പുള്ളി ഇപ്പോഴും യൂത്ത്. അത് ഭയങ്കര എനർജി.
നീ ചെയ്തു ഇത് അതുപടി ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ തുള്ളി റെക്കോർഡ് നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. റഫ്താർ റഫ്താർ ബായ് MTV ഹസലിലൊക്കെ ഞാൻ എത്താൻ കാരണം റഫ്താർ ബായ് ആണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഹിന്ദി പാട്ട് വർക്ക് ചെയ്യാൻ പറ്റി. വരുൺ ധവാനൊക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്ത്. ഞാൻ വേറൊരു ട്രാക്ക് കൂടി അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു EP-ൽ. പക്ഷേ അതെന്തോ ലേബൽ ഇഷ്യൂസിൽ അത് സ്റ്റക്കായി പോയി. പക്ഷെ ഇൻ ഫ്യൂച്ചർ ഇൻഷാല്ല വേറൊരു ട്രാക്ക് വരട്ടെ. മലയാളി ഓർമ്മയുണ്ടോ? മലയാളി എത്തി MTV തെക്കുന്ന് വന്ന ദൈവത്തിന്റെ സ്വന്തം ജനത മലയാളത്തിൽ റപ്പടിക്കും അമ്രപ്പിങ് കേരള തിരുനെറ്റിയിലും നിന്റെ തിളങ്ങുന്നു ബിന്ദിയ പല ജാതി മതം ഒരൊറ്റ ഇന്ത്യ. ഭയങ്കര വൈബായിരുന്നില്ല ആ പാട്ട് ആ ഷോയില് വന്നപ്പോ. അത് MTV ഹസൽ എന്നുള്ള റാപ്പിന്റെ റിയാലിറ്റി ഷോ. അവരവകാശപ്പെടുന്നത് ലോകത്തിലെ ആദ്യത്തെ റാപ്പ് റിയാലിറ്റി ഷോ എന്നാണ്. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ സത്യം. കാരണം നെറ്റ്ഫ്ലിക്സ് തന്നെ പിന്നീട് ഒരു റാപ്പ് റിയാലിറ്റി ഷോ പിന്നീട് ഇറക്കിയത് റിതം പ്ലസ് ഫ്ലോ. ആക്ച്വലി ഇതൊരു സസ്പെൻസ് ഫാക്ടറാണ്. ഞാനും ആദർശും ഒരു മലയാളത്തിലൊരു റാപ്പ് റിയാലിറ്റി ഷോയുടെ ഓട്ടത്തിലായിരുന്നു. ഞങ്ങൾ കൊറോണ സമയം മുതൽ പ്ലാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് യൂട്യൂബ് ചാനൽസിനെ TV-ന്നൊക്കെയാണ് സ്പിച്ച് ചെയ്തത്. പക്ഷെ അവർക്ക് അതിൻ്റെ സാധ്യതകൾ മനസ്സിലായിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പം അവർ ഓണാണ്. കാരണം ഇപ്പം നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട് അവർക്ക് തന്നെ. അപ്പോൾ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ അത് പ്രതീക്ഷിക്കാം. അത് ഞങ്ങൾ മാത്രമല്ല, വേടൻ, തിരുമാലി, ചിലപ്പോൾ ഡാപ്സി, ബേബി ജീൻ, MC കൂപ്പർ, അങ്ങനെ ഒരുപാട് റാപ്പേഴ്സൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്താൽ ഒരു പക്ക. ഇപ്പം സ്റ്റാർ സിംഗർ, ടോപ്പ് സിംഗറൊക്കെ എങ്ങനെയാണ് നമ്മുടെ സിംഗേഴ്സിനെ പിക്ക് ചെയ്ത്, അതേപോലെ വളർന്നു വരുന്ന റാപ്പേഴ്സിനുള്ള ഒരു റിയാലിറ്റി ഷോ നമുക്ക് നമുക്ക് നോക്കാം. ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ കുറച്ച് OTT പ്ലാറ്റ്ഫോമായിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട് ബ്രോ. കുറച്ചധികം വർക്ക് ഉണ്ട് അതിന്റെ പിന്നിൽ. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഞങ്ങൾ അതിന്റെ റണ്ണിങ്ങിലാണ്. എന്ന് അനൗൺസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഇപ്പൊ സീക്രട്ട് ആണ്, പക്ഷെ ആൾക്കാർ അറിയട്ടെ. ശരി. അപ്പൊ റഫ്താർ പോയി. അപ്പൊ അതിനൊക്കെ തുടക്കം കുറിച്ച് റഫ്താറാ. ആള് ഭയങ്കര ഇൻസ്പിറേഷണൽ ആണ്. പുള്ളി എത്തി നിൽക്കുന്ന ഉയരങ്ങൾ നമ്മളിലേക്ക് എത്താൻ പുള്ളിക്ക് ഒരു ബാധ്യതയല്ല. എന്റെ റേഡിയോ ജീവിതത്തിലെ ഒരു സന്തോഷകരമായ നിമിഷവും അതാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റേഡിയോ ഷോ ചെയ്യുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഇതുകൊണ്ട് ഈ ആർട്ടിസ്റ്റിനൊരു എലിവേഷൻ ഉണ്ടാവണേന്ന്. ഇപ്പൊ ഫെജോ അന്ന് 2017 ഫെജോ അന്നത്തെ റേഡിയോയില് മോർണിംഗ് ഷോയിൽ നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഫെജോ ഗസ്റ്റ് ആയിരുന്നു എന്റെ. അപ്പൊ ഫെജോ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് ഈ ആർട്ടിസ്റ്റിന് ഒരു എലിവേഷൻ കിട്ടണേ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിക്കായിരുന്നു. അപ്പോഴാണ് വൈറ്റിലേന്ന് വൈറ്റിലുള്ള റാപ്പർ ഫെജോനെ കേൾക്കുന്നല്ലേ. അത് പുള്ളി എവിടെയൊക്കെ കറങ്ങി നടക്കണ മനുഷ്യനാ. റാൻഡമായിട്ട് പുള്ളി എറണാകുളത്ത് എത്തി റേഡിയോ ട്യൂൺ ചെയ്ത് വൈറ്റിലേൽ വെച്ച് ട്യൂൺ ചെയ്ത് അപ്പൊ ക്ലബ് FM-ന്റെ ആ ഇന്റർവ്യൂ കേൾക്കുന്നു. അങ്ങനെ പുള്ളി ഇഷ്ടപ്പെട്ട് എനിക്ക് ഷൗട്ട് ഔട്ട് വരുന്നു. അങ്ങനെ പുള്ളി MTV പാടുന്നു. പുള്ളിയുടെ ഒപ്പം ഒരു ട്രാക്ക് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് ബ്രോ. പുള്ളി ഇവിടെ പ്രൈവറ്റ് വെഡിങ്സിനൊക്കെ ബോൾഗാട്ടി വരുമ്പോൾ പുള്ളി വിളിക്കും. മീൻസ് ഞാൻ ആലോചിക്കുന്നുണ്ട്, പുള്ളിക്കൊന്നും എൻ്റെ ഒരു ആവശ്യമില്ലെന്നേ. ഈ എത്ര റിച്ച് മനുഷ്യനെ, എത്ര ആർട്ടിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യണം. എന്നെ വിളിച്ചാലും പുള്ളി വന്നു പോണത് ഇവിടെ ആരും അറിയുന്നും കൂടി ഇല്ല. പ്രൈവറ്റ് പാർട്ടികളായിരിക്കും അല്ലേ, പ്രൈവറ്റ് കല്യാണ ഫംഗ്ഷൻസ് ഒക്കെ. പക്ഷെ പുള്ളി വിളിക്കും, ഞങ്ങൾ പരസ്പരം കാണും, സംസാരിക്കും. പുള്ളി റോഡി ഷോ ഇവിടെ വന്നപ്പോഴും എന്നെ വിളിച്ചു. മുംബൈയിൽ വരുമ്പോൾ വാന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ. അപ്പം ഞാൻ അകത്തുനിന്നൊക്കെ പഠിക്കണേ. മീൻസ് നമുക്കും ആ ലെവലിൽ എത്തുമ്പോൾ നമ്മളത് കീപ്പ് ചെയ്യണം, ഗ്രൗണ്ടഡ് ആയിരിക്കണം. അപ്പോൾ പുള്ളിക്ക് ലെജൻഡ്, ഒന്നും പറയാനില്ല. തീർച്ചയായും. കാരണം MTV ഞാനവിടെ സൗത്ത് ഇന്ത്യൻ റെപ്രസെൻ്റ് ചെയ്ത പോവാണ്. അതായത് തമിഴ് എല്ലാ റാപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് മലയാളി ഒരു റാപ്പറേ ഉള്ളൂ അവിടെ. തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഇവിടെ കുറേ മീഡിയ ഇൻ്റർവ്യൂസ് കിട്ടി, അല്ലെങ്കിൽ റാപ്പേഴ്സിനിടയിൽ ഒരു വില കിട്ടി. കാരണം നമ്മൾക്ക് ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ അത് റാപ്പ് റിയാലിറ്റി ഷോയിലെത്തുന്നു. അപ്പോൾ പിന്നെ എനിക്കും സ്വയം ഒരു കോൺഫിഡൻസ് ആയി. ആ സമയത്ത് ഞാൻ ഷോ ചെയ്ത് തുടങ്ങിയിട്ടില്ല, 17-18 സമയം തന്നെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു വലിയ സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. അത് ആൾക്കാരെ സ്വീകരിച്ചപ്പോൾ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂട്ടി. അതാണ് ബേസിക്കലി. റഫ്താറിന്റെ സ്റ്റൈൽ ഏതെങ്കിലും ട്രാക്കിൽ പിടിച്ചിട്ടുണ്ടോ? ഹൈപ്പ് കയറിയിലുണ്ടോ? എനിക്ക് തോന്നുന്നു ഇൻസ്പയർ ആയിട്ടുണ്ടാവും. റഫ്താറുടെ ഒരു ഇതാണ് ആളുടെ ഒരു ഫ്ലോ. അപ്പൊ ചിലപ്പോ ഇൻസ്പയർ ആയിട്ടുണ്ടാവും. ഹൈപ്പ് കയറിയിൽ യാതനയ പഴിക്കാതെ ദണ്ണപ്പെട്ടിട്ടുണ്ട്, വിളിക്കാത്ത കല്യാണത്തിന് എന്നെ മുണ്ടിട്ടുണ്ട്, അമ്മ ബാക്കി വന്ന വറ്റിനെണ്ണം ഇട്ടിട്ടുണ്ട്, അന്ന് മേലെ താരങ്ങളെ എല്ലാം ഉന്നമിട്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും എല്ലാ റാപ്പേഴ്സും നമ്മൾ ഇൻസ്പയർ ആവാറുണ്ട്. നമ്മൾ റാപ്പിഡ് ഫയറിലേക്ക് പോവാം. റാപ്പിഡ് ഫയർ എനിക്ക് ഇഷ്ടമാണ്, കാരണം അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ റാപ്പ് ഉണ്ട്. സൂപ്പർ. ഓക്കെ, ബെസ്റ്റ് ഇയർ ഇൻ റാപ്പ് ഫെജോയുടെ റാപ്പ് ജീവിതത്തിൽ ചോദിച്ചാൽ? എല്ലാ കൊല്ലങ്ങളും എന്തെങ്കിലും ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവാറുണ്ട്. ദൈവം സഹായിച്ചു അങ്ങനെ തന്നെ ഇനിയുള്ള കൊല്ലങ്ങൾ സംഭവിക്കട്ടെ. ഓക്കെ, ഈ കൊല്ലത്തെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്?
കൊല്ലത്തെ ഞാൻ പറയും മമ്മൂക്ക പടത്തിൽ വർക്ക് ചെയ്തു, ശങ്കർ മഹാദേവന്റെ ഒപ്പം, ചത്താപ്പച്ച. അതെനിക്ക് പുള്ളി എങ്ങനെ വിളിച്ചേ? ആളുടെ മാനേജറാണ് കോണ്ടാക്ട് ചെയ്തത്. ഇങ്ങനെ ഒരു ട്രാക്ക് അവർ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്നുണ്ട്, അതിൽ ആദ്യത്തെ പാട്ടാണ്. അപ്പോൾ ഫെജോയുടെ ട്രാക്ക് അതിൻ്റെ പ്രൊഡ്യൂസർ ഷിഹാൻ ഷൗക്കത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു, ശങ്കർ സാറിന് ഇഷ്ടപ്പെട്ടു. അവർ 3 പേരാ, ശങ്കർ, എഹ്സാൻ, ലോയി. അപ്പോൾ അവർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഫെജോക്ക് ഇൻട്രസ്റ്റ്. ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ സാധനം ഞാൻ ഇപ്പോൾ തന്നെ എഴുതി തരാം. അപ്പോൾ അങ്ങനെയാണ് വിളിച്ചത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മാനേജർ വഴിയാണ് വർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആളായിട്ട്, കാരണം ആളാണ് ഗൈഡ് ചെയ്യുന്നത്, പക്ഷെ ചെയ്ത് അയച്ചു കൊടുക്കണേ. അപ്പോൾ ചെയ്ത് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ ആളായിട്ട് സംസാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആളുടെ കുറേ വർക്കുകൾ ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ കേട്ട എന്തോരം പാട്ട് ഞങ്ങൾ ചില സ്റ്റേജ് ഷോസിൽ ശങ്കർ മാധവൻ സാറിൻ്റെ കാര്യം പറയുമ്പോൾ മിത്തുവയൊക്കെ ഞാൻ സ്റ്റേജിൽ പാടും. അപ്പോൾ രസമുള്ള പരിപാടിയാണ്. ബെസ്റ്റ് ഇയർ ഇൻ ലൈവ് ഷോ അത് എല്ലാ ഇയറും ഞാൻ ആയിക്കൊണ്ടിരിക്കണേ. കാരണം നമ്മൾ കഴിഞ്ഞ കൊല്ലം സെറ്റ് ചെയ്ത് വെച്ച ബാറിനേക്കാൾ കൂടുതൽ ഷോ, കൂടുതൽ ഫിനാൻഷ്യൽ മാർജിനിൽ അടുത്ത കൊല്ലം ചെയ്യാൻ പറ്റുന്നു, കൂടുതൽ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ചെയ്ത കോളേജ് തന്നെ പിന്നെ ഷോ ചെയ്യുന്നു ബ്രോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നെഹ്റു കോളേജിൽ, നമ്മുടെ അഭിജിത്തിൻ്റെ കോളേജിൽ ഞാൻ പിന്നെയും അടുത്ത കൊല്ലം പോയി. കാരണം അടുത്ത കൊല്ലത്തിനുള്ളിൽ പുതിയ എവല്യൂഷൻ സംഭവിച്ചു, പുതിയ കുറേ സെറ്റ് ലിസ്റ്റ് ട്രാക്കിൽ അതൊക്കെ ഹിറ്റായി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരേ കോളേജിൽ രണ്ടാമത് പോയ ഏറ്റവും കൂടുതൽ പോയ ആൾ ഞാൻ തന്നെ. ഞാൻ 6 കോളേജിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ ആയിരിക്കും. കുറെ റെക്കോർഡുകളുണ്ട് നമുക്ക്. സൂപ്പർ. ബെസ്റ്റ് ഇയർ ഇൻ സിനിമ ഇതുവരെ കഴിഞ്ഞതിലാണ് എനിക്ക് ആദ്യം സിനിമ കിട്ടിയ 2018. അത് പറയും. കാരണം അതൊരു ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവന് ഒരിടം തന്ന കൊല്ലം. അപ്പൊ അതാണ് അത് പറയും. ഇനി ഫെജോയുടെ ഇൻഡിപെൻഡന്റ് ട്രാക്സിലേക്ക് പോകാം നമുക്ക്. ഇതില് കൂടത്തുള്ളു മലയാളികളെ റാപ്പിന്റെ കൂടെ തുള്ളിച്ച ഫെജോ എന്ന് വേണമെങ്കിൽ പറയാം. 33 ബില്യണാണ് അതില് ആൾക്കാർ കണ്ടത്. അത് ഇറങ്ങിയ ടൈമിൽ ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. അതൊരു 1 lakh എന്നതേം പോലെ 1 lakh സ്ട്രീംസിൽ അത് നിന്നു. പിന്നെ ADG ഒരു റീലിട്ട് സ്റ്റേജ് ഷോയിനെ വെച്ചിട്ടുണ്ട്. ആ റീല് അങ്ങ് വൈറലായി. കൂടത്തുള്ളു അവിടെ മുതൽ അങ്ങോട്ട് നിന്നോ നിപ്പിലു പെട്ടെന്ന് നോക്കിയപ്പോ മില്യൺ. പിന്നെ അത് അടിച്ചടി റീലാണ് പാട്ടിനെ കയറ്റി. അത് റീലിലാണ് കൂടത്തുള്ളു കയറിയത്. എൻ്റെ എല്ലാ ട്രാക്കുകൾക്കും ഇൻസ്റ്റന്റ് ഹിറ്റ് ആകാറില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സിനിമാ പാട്ടുകളല്ല ഞാൻ പറഞ്ഞ, ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ആദ്യത്തെ ടൈമിൽ സമയം എടുക്കും, കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഗ്രോ ചെയ്യും. വളരുമ്പോൾ അത് വലിയ വൃക്ഷമായി മാറാറുണ്ട്. അപ്പൊ കൂടത്തുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ട്രാക്ക്. കൂടത്തുള്ള ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലേക്ക് എത്തിച്ച ട്രാക്കാ. കൂടത്തുള്ള ആൾക്കാർ കൂടെ തുള്ളുന്ന പാട്ടാണെങ്കിലും അല്ല ലിറിക്ക് ഇപ്പോഴും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിന്താധമനിയിൽ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം, സ്വാർത്ഥത പുറകെ ലോകം മോടി 4 ദിക്കിലും നാശം. അതായത് എൻ്റെ ചിന്തയാകുന്ന അതിൽ ധൂളി പൊടി കയറി എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ സ്വാർത്ഥത പുറകെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കണേ, 4 ദിക്കിലും നാശം. ആ ഓട്ടത്തിലാണ്, പൊടിയിലാണ് എനിക്ക് ശ്വസിക്കാൻ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ അതിൽ പറയണം. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളും അത് ഭയങ്കര ഡീകോഡ് ചെയ്തെടുക്കേണ്ട സാധനം. അതിന്റെ എൻഡിലാണ് ഞാൻ പറയണത് അതൊക്കെ പോട്ടെ വീട് ആ കൂടത്തുള്ളു ട്രാക്ക്. അപ്പൊ അത് ഭയങ്കര ലിറിക്കൽ റാപ്പാ. പക്ഷെ എല്ലാവരും അതിനുവേണ്ടി മാത്രം. പക്ഷേ ഇത് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ട്രാക്ക് ആൾക്കാർ കൂടെ തുള്ളിക്കഴിഞ്ഞ് രണ്ടാമത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ലിറിക്സ് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും അത്രയും വ്യൂസ് കേട്ടോ. ഇത് എഴുതിയ സാഹചര്യമൊക്കെ എന്തായിരുന്നു? ഈ കൂടത്തുള്ളു നമ്മൾ കോളേജ് ഷോ ചെയ്യുമ്പോൾ ബേസിക്കലി ഫ്രസ്ട്രേഷൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു റാപ്പറാണല്ലോ ഞാൻ. അല്ലെങ്കിൽ പ്രശ്നങ്ങളിലാണ് എന്നെ എപ്പോഴും എൻ്റെ വലിയ വൃക്ഷങ്ങളുടെ കാര്യം പറഞ്ഞു. അതിലെ സീഡ് എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ തന്നെ, അതാണ് വിത്ത്. അപ്പം ഈ കൂടത്തുള്ളും ഈ പറഞ്ഞ പോലെ ഓരോ ഇഷ്യൂസൊക്കെയാണ്. പക്ഷെ നമുക്ക് കോളേജിൽ അടിച്ചു പൊളിക്കാനുള്ള ഒരു പാട്ട് വേണം എന്നുള്ള ഐഡിയ തന്നെയാണ് ചെയ്തത്. മഹാനുഭാവലു അത് ഈ പറഞ്ഞ പോലെ ഒരു പഴയ ട്രാക്ക് നമുക്ക് സാമ്പിൾ ചെയ്ത എന്തൊരു ആ ട്രാക്ക് സാമ്പിൾ ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ഐഡിയ എന്നാണ്. അപ്പം അതിൽ നിന്നാണ് ആ സാധനം ചെയ്തത്. അപ്പം അതിൽ റാപ്പുണ്ട്, എൻ്റെ എൻഡിലൊരു മെലഡി ഉണ്ട്. കളിക്കുന്നുമില്ല റെഡ് ഫ്ലാഗുകൾ മാത്രം മനം ഒരു ഗ്രൗണ്ട് അതിലാകെ ചൊല്ലിക്കൊട്ടി തോരണ സ്മരണകൾ ചോരണം എനിക്കില്ല പേരണം എനിക്കത് പൂഷണമില്ലൊരു കൊട്ടുന്ന ചെണ്ടക്കിടയിൽ പെട്ട അങ്ങനെ ഒരു മെലഡിയിലൊക്കെ പോകുന്നു. അപ്പം ആ കൂടത്തുള്ള എന്നുള്ള ഒരു ട്രാക്കിൻ്റെ ഒക്കെ ഒരു ജോൺറേപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡീപ്പ് ഹൗസ് ഇഡിയം അങ്ങനത്തെ ഒക്കെ ഒരു മിക്സാണ്. അതും ഈ പറഞ്ഞ ലിറിക്കലി കുറേ കാര്യങ്ങൾ പറയുന്ന ട്രാക്ക് തന്നെയാണ് ബ്രോ.
ഇപ്പൊ കിഴക്ക് സൂര്യന് ഇങ്ങനെ സാമ്പിളിങ് ചെയ്യാന്ന് ആ ഐഡിയ എങ്ങനെ വന്നേ? ഈ നേരത്തെ പറഞ്ഞ പോലെ 90s ഒരുപാട് നമ്മൾ വൈനൈൽ ഡിസ്ക്സ് ഒക്കെ എടുത്തിട്ട് സാമ്പിൾ ചെയ്താണ് ബേസിക്കലി ഹിപ്പ് ഹോപ്പ് എന്നുള്ള ഒരു സാമ്പിളിങ് സംഭവം തന്നെ. ഹിപ്പ് ഹോപ്പിന്റെ തുടക്കം ഈ പറഞ്ഞ പോലെ പഴയ പാട്ടുകൾ നമ്മൾ വൈനൈൽ ഡിസ്ക് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ MCing ചെയ്താണ് ഹിപ്പ് ഹോപ്പ് ആരംഭിച്ചത് തന്നെ. പിന്നീടാണ് അത് EDMഉം ഡീപ്പ് ഹൗസും ഓരോ ജനറ മിക്സായി ബ്ലെൻഡായി വന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ഇപ്പോഴും സാമ്പിളിങ് തന്നെയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടെന്നാൽ ഒരു ഓൾഡ് ട്രാക്ക് എടുത്ത് സാമ്പിൾ ചെയ്ത്, പക്ഷെ ആരും കേൾക്കാത്ത എന്നാൽ പഴയ തലമുറയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അന്ന് എന്തുകൊണ്ട് ഒരു ഡിവോഷണൽ ട്രാക്ക് തന്നെ എടുക്കാം എന്നുള്ള ഐഡിയയിലാണ് ഈ ദലീമ മേഡത്തിൻ്റെ കിഴക്ക് സൂര്യൻ എന്നുള്ള ട്രാക്ക് എടുത്തത്. അത് വയലിൻ ജേക്കബ് എന്നുള്ള മ്യൂസിക് ഡയറക്ടറാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് പഴയ തലമുറയിൽ ഒരു കമ്മ്യൂണിറ്റി മാത്രം കേട്ടുകൊണ്ടിരുന്ന ട്രാക്കാണ്. അതെങ്ങനെ വിത്ത് റെസ്പെക്ട് അതെങ്ങനെ ഒരു ഹിപ്പ് ഹോപ്പ് ട്രാക്ക് ആക്കാം എന്നുള്ള ഐഡിയയിലാണ് വഴികാട്ടി ഉണ്ടായത്. റൈറ്റ്സ് ഒക്കെ എടുത്തിട്ട് തന്നെ സോണി തന്നെയാണ് അതിന്റെ റൈറ്റ്സ്. അപ്പൊ നമ്മൾ സംസാരിച്ച റൈറ്റ്സ് ഒക്കെ എടുത്ത് ആണ് ചെയ്തത്. ഇപ്പം സംഗീതം ഉണ്ടാവുന്നത് ജീവിത പ്രശ്നങ്ങളിൽ നിന്നാണെന്ന് ഫെജോ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇല്ല, പ്രശ്നങ്ങൾ അതായത് നമ്മൾ ചുറ്റും പ്രശ്നങ്ങൾ തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മുടെ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാവണം. അവിടെ നമ്മൾ മനുഷ്യൻ തന്നെയാണല്ലോ. ഇപ്പൊ ഷോസ് ഉണ്ടാവാതിരുന്നാൽ അതൊരു പ്രശ്നമാണ്, പടത്തിനാരും വിളിക്കാതിരുന്ന പ്രശ്നമാണ്, ഇൻഡിപെൻഡന്റ് സോങ് ടൈമിൽ ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നം. കാരണം നമ്മളൊക്കെ പറ്റി ഈ തീ ഇപ്പോഴും മനസ്സിലുള്ള ആളാണ്. അപ്പൊ എനിക്ക് ആ പാട്ട് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ഫ്രസ്ട്രേഷനും പ്രശ്നവും ഒരിക്കലും അവസാനിക്കാൻ പോണില്ല. ഇപ്പോഴും ഇൻസ്പിറേഷൻ പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ തെരുവിന്റെ ലാഗാനിൽ പാട്ട് പറഞ്ഞു ഐ ഡോണ്ട് റാപ്പ് അബൌട്ട് ആൽക്കഹോൾ ലക്ഷറി മണി എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പം ഞാനിപ്പോഴും ആൽക്കഹോളിനെ കുറിച്ചോ അല്ലെങ്കിൽ പണം സമ്പാദിക്കൂ, ലക്ഷറി അടിച്ചു പൊളിക്കൂ, ഇന്ന കാറിൽ വന്നിറങ്ങുന്നു, ആ പരിപാടിനെ കുറിച്ച് ഞാനിപ്പോഴും റാപ്പ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആ ലൈഫ് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ലൈഫാണ്. അപ്പോൾ നമ്മൾ റൂട്ടഡായിട്ട് മീൻസ് ഈ പറഞ്ഞ പോലെ വേരുകൾ, വൃക്ഷം എപ്പോഴും എത്തുന്നു പറയുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ വേരിപ്പോഴും മണ്ണിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഇൻസ്പിറേഷൻ പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു വാർത്തയിലൊരു അപ്പോൾ ആ ചുറ്റും പ്രശ്നങ്ങൾ നമ്മളെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പ്രശ്നങ്ങൾ ഒതുങ്ങാത്ത മനുഷ്യരില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ പഴയത് തന്നെ, ഈ പറഞ്ഞ ജെഫിന, അലിജോയ, അല്ലെങ്കിൽ മനു, അല്ലെങ്കിൽ എല്ലാം എൻ്റെ കൂട്ടുകാരന് മാറ്റമൊന്നുമില്ല. ഇപ്പം സിനിമ പരക്കെ പരിചയമുണ്ട്, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും പഴയ കൂട്ടുകാർ. ഈ വീഡിയോ ഉണ്ടാവാനും ട്രാക്ക് ഉണ്ടാവാനും ഒക്കെ ഫെജോയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ അവസരം തരൂ, അത് കൂട്ടുകാരായിരിക്കും ഷൂട്ട് ചെയ്തത് അല്ലേ? സുഹാസ് എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരനാണ്. ഇപ്പൊ ഫെജോയുടെ ട്രാക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാ? ഇപ്പോഴും കൂട്ടുകാരൊക്കെ എല്ലാവരും അവരുടെ ഫാമിലി ലൈഫിലോട്ട് പോയി. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ പരസ്പരം കാണും, സംസാരിക്കും. ട്രാക്കുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഒരു ബേസിക് ഇൻസ്പിറേഷൻ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ്, നമ്മൾ ചുറ്റും കാണുന്നത്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, നമ്മൾ വായിക്കുന്ന അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ പാട്ട് റിലീസ് ചെയ്യണ മുന്നേ അവർക്ക് വേണ്ടി ഒരു ലിസണിങ് പാർട്ടി വെക്കാറുണ്ട് ജിഫിൻ്റെ വീട്ടിൽ. അവർ വരും, കേൾക്കും, അവരഭിപ്രായം പറയും. അപ്പം ഞാൻ ആ അഭിപ്രായം കേട്ട് അതിൽ നിന്ന് എനിക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുന്ന ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ എനിക്ക് അവരുടെ ലൈഫ് ചേഞ്ചായി, എൻ്റെയും ചേഞ്ചായി. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും പഴയ ആൾക്കാർ തന്നെ. ഫെജോയുടെ റാപ്പിന്റെ ഇടയിൽ ഒരു മെലഡി എപ്പോഴും ഉണ്ടാവും. മെസ്സേജ് അയച്ചിട്ടുണ്ട്, വേറെ ടൈപ്പ് ഓഫ് സോങ് പെട്ടെന്ന് ഒരു ഫ്ലിപ്പ് ചെയ്തൊരു വേറെ സാധനം ഇടുന്ന ഇന്റൻഷനലി ഇടാറ്. ഇപ്പൊ നമ്മള് പണ്ട് മുതൽ അത് ചെയ്യാറുണ്ട്. ഇപ്പൊ അവസരം തരൂ, അവസരം തരൂ, അല്ലെങ്കിൽ തെരുവിന്റെ മെല്ലെ മെല്ലെ മാനത്തോളം ഉയരണം മാനവ, മത്സരനോട് റാപ്പ് ബാറ്റില്ലത് തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ്. ഇത് നമ്മൾ ഇൻഡസ്ട്രി ഇടണേ. അതായത് റാപ്പ് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ പോലും അത് കേൾക്കുമ്പോൾ ഹുക്കായിട്ട് ചെയ്താൽ, അതുകൊണ്ടാണ് നമ്മൾ ഹുക്ക് തന്നെയാണല്ലോ അതിനെ വിളിക്കണം. അപ്പോൾ അത് ഹുക്കായിട്ട് അവർ ബാക്കിയുള്ളത് കേട്ടാൽ നമുക്ക് ഒരു കുറച്ചും കൂടി നല്ല ലിസണേഴ്സിനെ കൂടുതൽ കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വ്യൂവേഴ്സ് മെലഡിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ, കൂടുതലായി ശ്രദ്ധിക്കുന്നുണ്ടോ. കാരണം ഇപ്പം റാപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന കുറേ ട്രാക്കുകൾ റാപ്പ് അല്ല, കുറച്ചൊക്കെ ഫുള്ള് മെലഡിയാ. ഹിപ്പോ ബീസിൽ മെലഡി ചെയ്തിട്ട് റാപ്പ് എന്ന് വിളിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ട്. അതായത് കുറച്ച് റാപ്പ് വരാറുള്ളൂ, ബാക്കിയെല്ലാം മെലഡിയാണ്. എനിക്ക് തന്നെ അങ്ങനത്തെ ട്രാക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഹിപ്പോപ്പ്, നമുക്ക് ഹിപ്പോപ്പ് എന്നുള്ള ഒരു ജോണറുടെ അകത്താണുള്ള റാപ്പ്. അപ്പം നമുക്ക് റാപ്പ് അല്ലെങ്കിൽ ഇത് ഹിപ്പോപ്പ് എന്ന് വിളിക്കാൻ പറ്റണം എന്നില്ല. പിന്നെ ഇത് കൺഫ്യൂസിങ് ആണ് ആൾക്കാർക്ക്. എൻഡ് ഓഫ് ദ ഡേ ആൾക്കാർക്ക് നല്ല ട്രാക്ക് കൊടുക്കുക, അവരുടെ ലൈഫിലോട്ട് കണക്ട് ചെയ്യുന്ന ട്രാക്ക് ആണെങ്കിൽ അത് നിലനിൽക്കും. അപ്പോൾ നമ്മളങ്ങനെ ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ റാപ്പ് ട്രാക്കെങ്കിൽ അത് പക്ക റാപ്പ് തന്നെ ആയിരുന്നാൽ നല്ലത്. ഡൊറോത്തി എനിക്ക് മെലഡി ആയിരുന്നോ?
അതിൽ റാപ്പുണ്ട്. നിന്റെ പരിവാറിന്റെ തല്ലമുത്തനാഥന്റെ പെർമിഷൻ കിട്ടാതെ ഞാൻ നിന്നെ കെട്ടൂല, നീ പഞ്ചാബി റൊട്ടിയെങ്കിൽ ഞാൻ നിന്നിൽ സ്നേഹത്തോടെ അലിഞ്ഞു ചേരുന്ന ന്യൂട്ടല്ല. നിന്റെ അങ്ങനെ റാപ്പ് അംശമുണ്ട്. പക്ഷെ അതിലെ മെയിൻ പോർഷൻ നിന്നെ സ്വന്തമാക്കിയിടുന്നവരെ നെഞ്ചിലാതി, നീ പറയുന്നത് എന്തുവാ ഹിന്ദി ഓർ മറാത്തി, കെട്ടിരിക്കാൻ ദിവസങ്ങളോളം നിന്റെ ലാത്തി, നീ വിസാഡോ ഫോസിലെ കയ്യിലിടൊറോത്തി എന്നുള്ള. എനിക്ക് പഞ്ചാബി മ്യൂസിക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അന്ന് അങ്ങനെ ഒരു സാധനം അഡാപ്റ്റ് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ കുറെ പഞ്ചാബി ട്രാക്ക് ഇറക്കി ചെയ്തു വെച്ചിട്ടുണ്ടോ, അതൊക്കെ ഇറക്കണം. കുറെ കിട്ടില്ല സാധനങ്ങളുണ്ട്. ഇതില് ഒരു ഡിഫറെന്റ് ട്രാക്ക് ആയിരുന്നു ഹേയ് നിമ്മ. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കയറുകയും ചെയ്യും. അത് ബേസിക്കലി ഞാൻ ചെയ്തത് തന്നെ, ഇത് ഇവനാണോ ചെയ്തത് എന്നുള്ള ഞെട്ടൽ ആൾക്കാർക്ക് തോന്നിക്കണം എന്നുള്ള ചിന്തയിൽ, ഫ്രസ്ട്രേഷനിൽ. ഈ ഫ്രസ്ട്രേഷൻ ഏത് ഇവൻ റാപ്പ് മാത്രമേ പറ്റൂല, അങ്ങനെയാണ് അന്ന് കാണിച്ചാടാ അങ്ങനെ ചെയ്ത പാട്ടാ. ഗബ്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫെജോനെ കണ്ടിട്ടാണ് ഓണം റാപ്പ് എന്നുള്ള ഒരു ട്രാക്കാ പുള്ളിനെ ഇൻസ്പയർ ആയത്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സാധനം. കാരണം ഗബ്രി ഷോ ചെയ്യുമ്പോഴൊക്കെയുള്ള ഒരു എനർജി, ഇപ്പൊ ഗബ്രി എന്നെ ഇൻസ്പയർ ചെയ്യുന്നു. അങ്ങനെ അതായത് ഇത് ഈ പറഞ്ഞ പോലെ എനർജി നൈദർ ക്രിയേറ്റഡ് എന്നൊക്കെ പറയണോ, അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ ആ എനർജി ഡിസ്ട്രിബ്യൂഷനാണ് അവിടെ നടന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ റാപ്പേഴ്സ് നമ്മളെ ഇൻസ്പയർ ആയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ പണിയെടുത്തതിനൊക്കെ ഒരു റിസൾട്ട് എന്നുള്ള ഒരവസ്ഥയിലാണല്ലോ എത്തണം. ഈ ലിറിക്സ് എങ്ങനെ എഴുതാം, റാപ്പ് വേഴ്സ് എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ ഞാൻ ഫെജോനൊക്കെ നോക്കി പഠിക്കാൻ പറയാറുണ്ടെന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ, വേടനും നമ്മുടെ വലിയൊരു സുഹൃത്താണ്. നിങ്ങൾ റാപ്പേഴ്സ് തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്? ഞാൻ ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക ഒരു അസോസിയേഷൻ ഒന്നും നമുക്കില്ല, പക്ഷെ പരസ്പരം തല്ലും പിടിയും പരിപാടിയും കുറഞ്ഞ സ്ഥലം കേരളമാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഡാബ്സിയും ഡിസ് പരിപാടികളൊക്കെ ഉണ്ട് ബ്രോ. പക്ഷേ മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ് എനിക്ക് തോന്നുന്നു കുറവാ. ഇവരെപ്പോഴും ഒരു യൂണിറ്റി ഉണ്ട്. ഡിസ് എപ്പോഴും ഹെൽത്തിയാണ്. കാരണം നമ്മളൊരു റാപ്പേഴ്സിന്റെ ഒരു പ്രശ്നം പോയിന്റ് ഔട്ട് ചെയ്യണതാണല്ലോ. പക്ഷെ ഡിസ് എപ്പോഴാ ഇഷ്യൂ ആണെന്ന് വെച്ചാൽ ചില റാപ്പേഴ്സ് റീച്ചിന് വേണ്ടിയൊക്കെ ഒരു പ്രശ്നമില്ലെങ്കിലും ചെയ്യാറുണ്ട്. പുറത്തൊക്കെ ഞാനിപ്പോ രണ്ടുപേരായിട്ടും കൂട്ടുകാർ തന്നെയാണ്. അപ്പൊ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്താ ഇഷ്യൂസ് തന്നെയാണ് അവർക്ക് പ്രശ്നമായത്. പാട്ടിലതെല്ലാം പറയുന്നുണ്ടല്ലോ. പിന്നെ ചില പോയിന്റിൽ പേഴ്സണൽ ആവുന്നുണ്ടോ ലിറിക്സ്? ഡിസിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് ജയിക്കാൻ വേണ്ടി ലാസ്റ്റ് പിന്നെ നമ്മൾ എന്തും പറയും. അപ്പൊ അതൊരു പണിയാ. കാരണം നമ്മള് ഈ നമ്മുടെ വീട്ടില് പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ നമ്മൾ വീട്ടില് ഒതുക്കി. പക്ഷെ നമ്മളതൊരു കഥയല്ലൊരു ജീവിതം പോലത്തെ ഒരു പരിപാടി പോയി വിളച്ച് വിളമ്പിക്കഴിഞ്ഞ പ്രശ്നം. പിന്നെ അവരും ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കണായിരിക്കും ബ്രോ. കാരണം വിഷമങ്ങളാണല്ലോ അവരും പറയണേ. കേട്ട് അതാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കേരളത്തിൽ എനിക്ക് തോന്നണില്ല ഒരു ആർട്ടിസ്റ്റും ഫെയിം ആവാൻ വേണ്ടി ഡിസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന്. കാരണം എല്ലാ റാപ്പേഴ്സിനും പരസ്പരം അറിയാം. മെയിൻ സ്ട്രീം റാപ്പേഴ്സ് മാത്രമല്ല കേട്ടോ, അണ്ടർഗ്രൗണ്ട് റാപ്പേഴ്സും ഒരുപാട് കിടിലൻ ആർട്ടിസ്റ്റുകളുണ്ട്. ആൾക്കാർ അവരിലേക്ക് എത്താത്തത് മാത്രമേ അവരുടെ പ്രശ്നം. പക്ഷെ ഒന്ന് ആ വഴി ഓപ്പൺ ആയി കിട്ടിയാൽ അവരുടെ പാട്ടുകൾ ഹിറ്റാവും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അത്ര ഫ്രസ്ട്രേഷന് പുറത്ത് റാപ്പ് ചെയ്യുന്ന ആൾക്കാരില്ല. പുറത്തൊക്കെ അത് കൂടുതലായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ റഫ്താറിനെ ഡിസ് ചെയ്തത് അതും എന്തോ ഒരു ചെറിയ കാര്യത്തിന് എന്തോ അത് പിന്നെ സീരിയസ് ആയി വേറെ കുറെ അത് മറ്റേ ഈ ഗുണ്ടാ സംഘങ്ങൾ ഒത്തുകൂടുന്ന പോലെ മറ്റേ തെക്കേക്കര വടക്കേക്കര പോലെ അടിയായി. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നാൽ നമ്മുടെ കേരളം ആകെ ഒരു ചെറിയ സ്ഥലമല്ലേ. പിന്നെ എല്ലാ റാപ്പേഴ്സും ഒരുമിച്ച് നിന്നാലാണ് അതിന്റെ ഒരു ഇപ്പം റാപ്പിന്റെ റിയാലിറ്റി ഷോ എന്നൊക്കെ പറയണത് തന്നെ അതും നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ്. മ്യൂസിക്കലി നല്ലതാണ്, ചിലപ്പോൾ നല്ല ട്രാക്ക് ഉണ്ടാവും, പക്ഷെ അതിൽ പറയുന്ന ലൈൻസ് ചിലപ്പോൾ കൈവിട്ടു പോകും. പിന്നെ ഓഡിയൻസ് അത് ആദ്യം പാടിയപ്പോൾ നിന്റെ റെന്റ് ഞാനല്ലേ കൊടുത്ത സ്റ്റുഡിയോടെ എന്നൊക്കെ പറഞ്ഞല്ലോ. ശരി. അപ്പൊ അത്രയും പിന്നെ നമ്മള് ഉപകാരങ്ങളൊക്കെ നമ്മൾ എണ്ണി പറയാൻ പോയാ അത് ഇതില് ഡാബ്സിയുടെയും MHRന്റെയിലും ഉണ്ട്. പഴയ ജോലി ഇതായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അവര് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് ഇമോഷന്റെ പുറത്തായിരിക്കണമെങ്കിൽ പിന്നെ ലാസ്റ്റ് ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടികളായിട്ടുണ്ടാകാം അവരുടെ പ്രശ്നം. ഞാൻ രണ്ടുപേർക്കും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഞാൻ ഡാബ്സിനെ കഴിഞ്ഞ കണ്ടപ്പോഴും ഇതേ കാര്യം സംസാരിച്ച് MHRായിട്ട് ഞാനൊരു ട്രാക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളിനോട് ഇത് തന്നെ പറയാറുള്ളത്, അത് മാറിപ്പോട്ടെ. കാരണം അവർ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണല്ലോ. പക്ഷെ അവരുടെ POV അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താ വിഷമമെന്ന് നമുക്കും പറയാം, നമുക്കും മാറി എന്ന് പറയാം. ആ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണല്ലോ ചിലപ്പോൾ പ്രശ്നം നമുക്ക് മനസ്സിലാവണം. അപ്പൊ തെറ്റുകൾ ആരാ ചെയ്തത് അത് തിരുത്തി അവരൊന്നിക്കട്ടെ
ഒന്നിക്കാൻ കുറച്ചും കൂടി കിട്ടുന്ന പാട്ടുകൾ നമുക്ക് കിട്ടൂല. ഏറ്റവും റാപ്പ് ആരോടാന്ന് വെച്ചാൽ എങ്ങനെ ആരായിരിക്കും റാപ്പേഴ്സില്? തിരുമാലിയായിട്ടാണ്. ഞാൻ തിരുമാലി അങ്ങനെ എന്തുകൊണ്ട് തിരുമാലി വിഷയം സുഖമല്ലേ എന്നുള്ള സംസാരം ഇല്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ പാട്ട് ചെയ്തേക്കുന്ന റാപ്പർ തിരുമാലിയാണ്. ഞാൻ നാട്ടുകാരെ ചെയ്തിട്ടുണ്ട്, സാമ്പാർ ചെയ്തിട്ടുണ്ട്, ഉത്സവരാവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഷോ ചെയ്തതും തിരുമാലിയായിട്ടാണ്. എന്തുണ്ട് വിശേഷം, സുഖമെല്ലാം മച്ചാനെ, ബന്ധമില്ല. പക്ഷെ കാണുമ്പോഴൊക്കെ പിന്നെ ഞങ്ങളിങ്ങനെ കുറെ കാലം ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് റാപ്പിന്റെ വളർച്ച, ഇനിയുള്ള ഇപ്പൊ നമ്മൾ റിയാലിറ്റി ഷോന്റെ കേസൊക്കെ പറഞ്ഞത് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഞാൻ തിരുമലി, വേടൻ ഇവരൊക്കെ ഡിസ്കസ് ചെയ്താണ് സെറ്റ് ചെയ്യണം. പിന്നെ തിരുമലി അല്ലെങ്കിൽ പിന്നെ വേടൻ വേണേൽ പറയാം. എല്ലാ റാപ്പേഴ്സുമായിട്ട് നല്ല ബന്ധം. ഇപ്പോൾ ഗബ്രി ആണെങ്കിലും MC കൂപ്പർ, സ്ട്രീറ്റ് അക്കാഡമിക്സ്, ബേബി ജീൻ, ഡാപ്സി, എനിക്ക് ഏത് റാപ്പറിനും പറഞ്ഞാൽ എല്ലാവരും എനിക്കറിയാം. മെയിൻ സ്ട്രീം ആണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും. അപ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് കണക്ട് ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഒരു നല്ല കാര്യമായിട്ട് കാണും. നമ്മള് പർപ്പസ്ഫുള്ളി അവരായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യോ അതോ ഷോസിനും ഒക്കെ കണ്ടിട്ട് അങ്ങനെ ഓർഗാനിക്കലി ആയിട്ടാ? ചില പാട്ടുകൾ നമുക്ക് കേൾക്കും, ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ മെസ്സേജ് അയക്കും. ഞാനിപ്പോൾ അങ്ങനെ 2-3 അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഞാൻ അങ്ങനെ മെസ്സേജ്, DKP എന്നൊക്കെ പറഞ്ഞ റാപ്പറുണ്ട്. പുള്ളി ഭയങ്കര, എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീമുകളിലേക്ക് പുള്ളി എത്തിയിട്ടില്ല, എത്തും ഉടനെ. പുള്ളിയുടെ റാപ്പ് കിടിലൻ, നേരെ പോ കിടിലൻ ട്രാക്ക്, അത് ആൾക്കാരിലേക്ക് എത്തണം. ഇത് കേൾക്കണവരൊന്ന് അതൊന്ന് കേട്ട് DKP ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാൻ പുള്ളിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് കണക്ട് ആയി. കാരണം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫയർ കിട്ടൂല. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും അങ്ങോട്ട് കണക്ട് ചെയ്യാറുണ്ട്. ചിലവർ ഇങ്ങോട്ട് വരാറുണ്ട്, ചിലവരൊക്കെ. പക്ഷെ നമ്മൾ മെയിൻലി ഷോസിലൊക്കെയാണ് കാണാറുള്ളത്. ഷോസിൽ വെച്ച് കാണുമ്പോഴാണ് നമ്മൾ ഫീച്ചറിങ് ചെയ്തിട്ട് ഒരു പുതിയ ട്രാക്കിൻ്റെ വർക്കിലും ഇനിയിപ്പോ ഈ ഇഷ്ടം പോലെ എല്ലാ കോളേജുകളിലും ഹിപ്പ് ഹോപ്പ് ഷോസ് നടക്കുന്നതുകൊണ്ട് എല്ലാവരും എപ്പോഴും കാണാം. ഫെജോയുടെ ഒരു ലൈനാണ്, എന്റെ റാപ്പ് ഇപ്പോ ഹിന്ദിക്കാർക്ക് മനോരഞ്ജൻ, ടോപ്പ് ടിയർ ടോക്ക് എന്നുള്ള പാട്ടിലാണ്. അത് എങ്ങനെ എഴുതിയത്? അപ്പൊ അത് ആക്ച്വലി റെഡ് ബുൾ 64 ബാൾസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. പരിമൾ ഷെയ്സിന്റെ ഒപ്പമാണ് ആ ട്രാക്ക് ചെയ്തേക്കണത്. അപ്പോൾ റെഡ് ബുൾ 64 ബാൾസ് ഒരു ഗ്ലോബൽ ഫിനോമിനം പോലെ, അതായത് എല്ലാ നാടുകളിലും ഏറ്റവും കിടിലൻ റാപ്പേഴ്സിനെ പിക്ക് ചെയ്തിട്ട് അവർ 64 ബാൾസ്, അതായത് 64 വരിയാണ്, ബാൾസ് എന്ന് പറഞ്ഞ വരിയാണ്, അത് ഒരു ഇത്ര ടൈമിൽ അത് നമ്മളത് റാപ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് വിളി വന്നത് എനിക്ക്. അപ്പം ഞങ്ങൾ മുംബൈ പോയി. അപ്പോൾ ബേസിക്കലി അതെല്ലാം ഹിന്ദിക്കാർ. അപ്പോൾ ഞാൻ അവരെ തന്നെ എൻ്റെ റാപ്പ് ഇപ്പോൾ ഹിന്ദിക്കാർക്കും അത് തന്നെയാണ് ഞാൻ ആ പാട്ടിൽ എഴുതിയത്. ഫേവറേറ്റ് ലൈൻ ഫെജോടെ ചോദിച്ചാൽ എഴുതിയതിൽ 1, 2, 3 പറയാം. ഈ അവസരത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രാക്കാണ് പേഴ്സണലി. പിന്നെ തലയുടെ വിളയാട്ട് എനിക്ക് ഇഷ്ടമാണ്. ലാലേട്ടനെ കുറിച്ച് എഴുതാൻ പറ്റി. അവസരം തരും അല്ലേ? അവസരം തരുമ്പോൾ എനിക്ക് താങ്ക് യു ബ്രോ. അത് CV ആണല്ലോ ബ്രോ. ഇപ്പൊ എന്നെ അറിയാത്തവർക്കും ആ പാട്ട് വെച്ച എന്റെ എല്ലാ ജാതകം ഒഴികെ ബാക്കി അതിനകത്ത്. അപ്പൊ എന്റെ വീട്ടിൽ ആരുണ്ട്, അവരെന്താ ചെയ്യണം, ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണം, എന്റെ സ്വപ്നം എന്താണ് എന്നൊക്കെ ഉള്ളതെല്ലാം. അപ്പൊ എനിക്ക് എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഒരു മറയില്ലാതെ പറഞ്ഞത് അവസരം തരും. ആ ലൈൻ നമ്മുടെ മനസ്സിൽ കിടക്കും, എന്റെ പേര് ഫെജോ, ഞാൻ മല്ലു റാപ്പർ കേട്ടോ. ഞാൻ ഷോ തുടങ്ങുമ്പോഴും അതാണ് പറയാറുണ്ട്. ഈ അവസരം തരും. സ്റ്റേജ് ഷോയിൽ പാളിൽ കുറവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഈ 4 വരി നമ്മൾ എല്ലാ ഷോയിനും മുന്നേ എന്റെ പേര് ഫെജോ, ഞാൻ മല്ലു റാപ്പർ കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട്. കൂട്ടിലിട്ട് തത്തയിലാണ് എല്ലാം തുടങ്ങിയത്, ഫെജോ തുടങ്ങിയത്, അതിൽ അവസാനിപ്പിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും. ശരിക്കും എന്റെ ചമ്മിപ്പോയി എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ട്രാക്ക്. കൂട്ടിനകത്തെയാണ് എനിക്ക് കുറച്ചും കൂടി ആൾക്കാർ അറിഞ്ഞത്, അതായത് എല്ലാവരും അറിഞ്ഞത് അത് കണ്ടിട്ടാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്നത്. അതെ. ഞാനിപ്പോ തുരുമ്പെടുത്തിരിക്കുന്ന കൂട്ടിലിട്ട തത്ത, മൂടിന്ന് ട്രിപ്പിന് പോകാത്തിബിന് ബത്തൂത്ത, ജോലിയൊന്നുമായില്ലെന്ന് ചൊല്ലി എൻ്റെ അച്ഛനെന്നും പ്രാക്ക, കുടുംബത്തിലുള്ളവർ പറയും ഇവന്റെ കാര്യം പോക്ക. ഈ പറഞ്ഞ എല്ലാ വരികളും നമ്മള് റോങ് ആണെന്ന് തെളിയിച്ചു അല്ലേ? എല്ലാ ട്രിപ്പിന് പോകുന്നു ഇബിനു ബത്തൂത്ത, വീട്ടുകാര് ഹാപ്പി, നാട്ടുകാര് ഹാപ്പി. കൊള്ളാം. നമ്മുടെ 5ാമത്തെ ഇന്റർവ്യൂ. എനിക്ക് കുറെ വർഷങ്ങൾ കഴിയുമ്പോഴും ബ്രോഡൊപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് റെലവന്റ് ആയിട്ട് ഇന്റർവ്യൂവിന് വരാൻ പറ്റട്ടെ, പുതിയ വിശേഷങ്ങൾ പറയാൻ പറ്റട്ടെ. സൂപ്പർ. മല്ലു റാപ്പർ ലോകം മൊത്തം മലയാളം റാപ്പിനെ എത്തിക്കട്ടെ. എത്തിക്കാൻ പറ്റട്ടെ. ഒരുപാട് മലയാളം റാപ്പേഴ്സ് ഇനിയും വരട്ടെ, എല്ലാവരുടെ ഒപ്പം ഒരുമിച്ച് നിന്നെത്തട്ടെ. സൂപ്പർ. താങ്ക് യു ഫെജോ. താങ്ക് യു ബ്രോ.